പ്രധാനപ്പെട്ട ഒരു പഠനം ആണെന്നാണ് വിചാരിക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഉണ്ടാകട്ടെ. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചിന്തയാണ് നിങ്ങളുടെ പഠനത്തിനായിട്ട് ഞാൻ ഇന്ന് കൊണ്ടുവരാൻ ആശിക്കുന്നത്. 1000 ആണ്ട് വാഴ്ച എന്താണ് എന്നത് നമ്മൾ ഒന്ന് ചിന്തിക്കാനായിട്ട് പോവാം. നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ഈ വിഷയത്തിന്റെ ഫൈനൽ വേർഡ് അല്ല, അവസാന വാക്കല്ല. എന്നാൽ 1000 ആണ്ട് വാഴ്ച എന്ന വിഷയത്തെ മനസ്സിലാക്കാൻ നമ്മൾ ആധികാരികമായ ഒരു ശ്രമമാണ്. അതിനു മുമ്പ് നമ്മൾ വായിക്കേണ്ട വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലോട്ടൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനത് ശാന്തമായിട്ട് വായിക്കാം. പോരാ, എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് ഇതൊക്കെ പഠിപ്പിച്ചതും പിൽക്കാലത്താണ്. ഇത് എഴുതിയ സമയത്ത് ഇങ്ങനെ ഒരു അധ്യായം ഇല്ലല്ലോ, തുടർമാനമായിട്ട് എഴുതുക. അപ്പം നമ്മുടെ പഠനം കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വെളിപ്പാട് പുസ്തകം 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. ഞാനത് പൂർണ്ണമായിട്ട് വായിക്കുന്നു. നിങ്ങളെ ശ്രദ്ധിക്കുക. കുതിരപ്പുറത്തിരിക്കുന്നവരോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യനെ മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ ജീവനോടെ തള്ളിക്കളയും. അപ്പം കള്ളപ്രവാചകനെയും മൃഗത്തെയും തീപ്പുകയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശ്രദ്ധിക്കുക, 2 പേരെ ജീവനോടെ തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അതൊന്ന് മൃഗം, 2 കള്ളപ്രവാചകൻ. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. അപ്പം ഇവിടെ ബാക്കിയുള്ളവരെ കൊന്നു, അവരുടെ മാംസം പക്ഷികൾ തിന്നു എന്ന് കാണും. 20-ാം അധ്യായം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചെങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചെങ്ങലക്കിട്ടു. 3 കക്ഷികളാണ്: മൃഗം, കള്ളപ്രവാചകൻ, സർപ്പം, സാത്താൻ. ഇതിലെ 2 പേരെ 19-20 തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഒരു കക്ഷി ശേഷിക്കാതെ സാത്താനാണ്. ആ സാത്താൻ എന്ത് ചെയ്യുന്നു? ചെങ്ങലക്കിട്ടിരിക്കുന്നു എന്ന് കാണുന്നു. നമ്മൾ അവിടെയാണ് ഈ 1000 ആണ്ടിനെ കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് പോകുന്നത്. 1000 ആണ്ടേക്ക് ചെങ്ങലക്കിട്ടു. 1000 ആണ്ട് കഴിയുമ്പോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. 1000 ആണ്ട് കഴിയുമ്പോളം ഇയാള് ഇനി ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ പുള്ളി അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന് ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹത്തെ അഴിച്ചുവിടേണ്ടതാണ്.
ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ഒരുമിച്ച് 1000 ആണ്ട് യേശുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകും. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഓക്കെ, അടുത്തത് 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അവൻ ഭൂമിയിലെ 4 ദിക്കിലുമുള്ള ജാതികളായ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഇത് അക്ഷരം പ്രതി ഹിസ്റ്റോറിക്കലി ഓരോ വാക്യങ്ങൾ എടുത്ത് വിശദീകരിക്കുക എന്ന് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ഈ പഠനം ഒരു 10, 15, 20 മണിക്കൂർ മിനിമം പോകേണ്ടി വരും. ഇന്ന് ഞാൻ 1000 ആണ്ട് വാഴ്ച എന്താന്നല്ല പറയാൻ പോകുന്നത്. ഈ 1000 ആണ്ട് വാഴ്ച എപ്പോഴായിരുന്നു, അല്ലെങ്കിൽ എന്താണത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം ഞാൻ വിശുദ്ധ ബൈബിളിൽ എനിക്ക് കിട്ടിയ അറിവ്, എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് കിട്ടുക മാത്രമല്ല, ഇതുപോലുള്ള ചിന്തകൾ ഉൾക്കൊള്ളുന്ന ദൈവദാസന്മാരുടെയും വേദപണ്ഡിതന്മാരുടെയും ഒക്കെ അവരുടെ എല്ലാ സഹായത്തോടെ ലഭ്യമായ അറിവനുസരിച്ച് വെളിപ്പാട് പുസ്തകം പൂർണ്ണമായിട്ടും നിവർത്തിക്കപ്പെട്ട പുസ്തകമാണ്, പൂർണ്ണമായും നിറവേറ്റപ്പെട്ട പുസ്തകമാണ്. ഇതിനകത്ത് പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇത് ഹിസ്റ്റോറിക്കലി ഫുൾഫിൽഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ പറയുന്ന കാര്യം അങ്ങനെ അങ്ങോട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് നമുക്ക് പൂർണ്ണമായ നിലയിലേക്ക് കൊണ്ടുവരാനായി ഒരു പക്ഷെ കുറെ നാളുകൾ ശ്രമകരമായി നാം പഠിക്കേണ്ടിയിരിക്കുന്നു. പെരിഫറലി, അതായത് ഓപ്പൺലി നമ്മളൊരു പശ്ചാത്ത് മോഡലിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് പൂർണ്ണമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം ഇനി നിവൃത്തിയാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ നിവൃത്തിയായി എന്ന് പറയുന്നതിനാണ് യുക്തി. അത് തിരുവെഴുത്ത് അതിന് ആധികാരികമായ എവിഡൻസ് നമുക്ക് തരുന്നത് കൊണ്ട്. അപ്പം 1000 ആണ്ട് വാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കുറച്ച് ജനറൽ ഐഡിയാസ് ഉണ്ട്. ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് പറയാം. ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട വ്യൂസ് ആണുള്ളത്. പ്രീ മില്ലേനിയം വ്യൂ, പോസ്റ്റ് മില്ലേനിയം വ്യൂ ആൻഡ് അമില്ലേനിയം വ്യൂ. പ്രീ മില്ലേനിയം വ്യൂ എന്ന് പറഞ്ഞാൽ പ്രീ മില്ലേനിയം വ്യൂ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. പ്രീ മില്ലേനിയം വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മെജോറിറ്റി, ഒരു 90% എബോ ആളുകൾ വിശ്വസിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ഇനി രഹസ്യമായിട്ട് മടങ്ങി വരും. അതിനുശേഷം ഒരു 7 വർഷം ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിന്റെ ഏക ചക്രവർത്തി ഒരാൾ ലോകത്തെ ഭരിക്കും. ആ 7 വർഷത്തെ മഹാ ഉപദ്രവം ഇവിടെ സംഭവിക്കും.
ആ മഹോപദ്രവത്തിൽ ഒടുവിൽ കർത്താവ് തൻ്റെ ദൂതന്മാരുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രത്യക്ഷപ്പെടും രഹസ്യമായിട്ട്. ആദ്യം വന്ന് പരസ്യമായിട്ട് പിന്നെ വരും. വന്ന് അവന്റെ വായിലെ ശ്വാസത്താൽ ഇവരോട് യുദ്ധം ചെയ്യും, ആന്തിക്രിസ്തുവിനോട് യുദ്ധം ചെയ്യും. അങ്ങനെ അവനെ അടിച്ചൊതുക്കിയിട്ട് 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും. അതാണ് പ്രീ മില്ലേനിയം വ്യൂ. അതിന് സംഭവിക്കുവാനായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. രണ്ടാമത്തെ ആളുകൾ പോസ്റ്റ് മില്ലേനിയം വ്യൂ എന്ന് പറഞ്ഞാൽ മില്ലേനിയം ആരംഭിച്ചു കഴിഞ്ഞ 2000 വർഷമായിട്ട് വാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന് വരെ തുടരുന്നു. ഈ മില്ലേനിയത്തിന്റെ ഒടുവിൽ യേശു ക്രിസ്തു വരും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. മൂന്നാമത്തെ വേറൊരു കൂട്ടം ആളുകളുണ്ട്. അതാണ് എമില്ലേനിയം. അത് AD 70 ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ, AD 70 യെരുശലേം ദേവാലയത്തിന്റെ നാശത്തോടുള്ള ബന്ധത്തിൽ മില്ലേനിയം അവസാനിച്ചു. അതായത് ക്രിസ്തുവിന്റെ ആ ഭരണം അവസാനിച്ചു എന്നും, അതായത് AD 30 കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോയ ശേഷം അന്നു മുതൽ ഉള്ള 40 വർഷത്തെ കാലഘട്ടമാണ് ഈ 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ മില്ലേനിയം എന്ന് പറയുന്നത്. കാരണം ഈ 1000 ആണ്ട് 1000 എന്ന് പറയുന്ന പദം കൃത്യമായിട്ട് 10 നൂറ്റാണ്ട് എന്ന നിലയിലല്ല മിക്കവാറും ബഹുഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം ഈ വെളിപ്പാട് പുസ്തകം സംഖ്യകളുടെ പുസ്തകമാണ്. 7കളുടെയും 3കളുടെയും ഒക്കെ ഒരു പുസ്തകം തന്നെയാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഈ 1000 ആണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കുറച്ച് ദീർഘമുള്ള കാലഘട്ടം എന്നതിനപ്പുറത്ത് ഒരു 10 നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം അതിന് തെളിവ് ഈ 1000 വർഷം എന്നതിന് പകരം ഒരു 1-2 ക്ലൂ ഞാൻ അതിനാ നിങ്ങൾക്ക് തരാൻ പറ്റും. സാത്താനെ 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അഗാധത്ത് തള്ളിയിട്ട് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം 20:3 അതിന്റെ അവസാനം പറഞ്ഞു, അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകും. കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യണം? അവനെ അഴിച്ചുവിടണം എന്നുള്ള ഒരു, അപ്പം പുള്ളിയെ 1000 വർഷത്തേക്ക് അങ്ങനെ അടച്ചിട്ടേക്കുന്നു. അതിനുശേഷം പുള്ളിക്കാരനെ അഴിച്ചുവിടണം എന്നുള്ള ഒരു വാക്യം, അതിനകത്തൊരു സൂചനകൾ കാണാൻ പറ്റും. അപ്പം ഇവിടെ അതുപോലെ തന്നെ ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പും 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷവും 2 യുദ്ധങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ അവിടെയാണ് ഈ വിഷയം പഠിക്കാൻ പോകുന്നത്. ഞാൻ അത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ അതിലേക്ക് അങ്ങനെ പോകണ്ട. ഇപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് തൽക്കാലം നമ്മുടെ പഠനത്തിൽ നമ്മൾ എത്തുന്നില്ല. മറിച്ച് നമ്മൾ ഈ തിരുവെഴുത്തുകളിലെ ഇതിനകത്ത് ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന ഈ തിരുവെഴുത്തുകളിലെ സംഭവങ്ങളുടെ ഒരു റിയാലിറ്റി, ഒരു ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ നമ്മൾ നടത്താൻ പോകും. അപ്പൊ നടത്താൻ പോകുമ്പോൾ ഇതിനകത്ത് 2 നമ്മൾ വായിച്ച വാക്യങ്ങളിൽ, അതായത് വെളിപ്പാട് പുസ്തകം 19:19 മുതൽ 20:10 വരെ നമ്മൾ വായിച്ച ഈ 2 അധ്യായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഏകദേശം ഒരു 13 വാക്യങ്ങൾക്കകത്ത് നമുക്ക് 2 യുദ്ധങ്ങൾ കാണാൻ പറ്റും. അപ്പം ഈ 1000 ആണ്ട് എന്ന് പറയുന്നത് 2 യുദ്ധങ്ങളുടെ നടുവിലാണ്. പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവുന്നുണ്ടോ? 2 യുദ്ധങ്ങളുടെ നടുവിലാണ്. അതായത് ഒരു യുദ്ധത്തിനകത്ത് ഒരു റിവോൾട്ട് എന്ന് പറയാം. ഒരു യുദ്ധത്തിനകത്ത് മൃഗവും കൊല്ലപ്പെട്ടു, കള്ളപ്രവാചകനും കൊല്ലപ്പെട്ടു. മൃഗവും കള്ളപ്രവാചകനും കൊല്ലപ്പെട്ട് തീയും ഗന്ധവും ഉള്ള തീ പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. അങ്ങനെ ഒരു റിവോൾട്ട് കഴിയുക.
അപ്പൊ അവിടെ മൂന്നാമത്തെ സാത്താൻ എന്ന് പറയുന്ന പഴയ പാമ്പ് നമ്മള് വെളിപ്പാട് ദിവസം 12 മുതൽ കാണുന്നുണ്ട്. ആ പഴയ പാമ്പിനെ സർവൈവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം തീപ്പൊയ്യിലോട്ട് പോകുന്നില്ല. അദ്ദേഹത്തെ പിടിച്ച് കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യുക, ചങ്ങലക്കകത്ത് ഇടുന്നു. അദ്ദേഹത്തെ കുറച്ച് സമയം കഴിയുമ്പോൾ അഴിച്ചുവിടാൻ പോകുന്നു. അഴിച്ചു വിട്ട് കഴിയുമ്പോൾ ഉടനെ പുള്ളി എന്ത് ചെയ്യാൻ പോവുക, പുള്ളി അങ്ങോട്ട് നിന്ന് ഗോഗ് മഗോഗ് എന്ന് പറയുന്ന ജാതികളെ ഒക്കെ വിളിച്ചുകൂട്ടി വിശുദ്ധ പാളയത്തെയും വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയുന്നു. അങ്ങനെ ആകാശത്തു നിന്നും തീ ഇറങ്ങി ഇവരെ കൊന്നു കളയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം ആ കൊന്നുകളയുകയും പിശാചിനെ എന്ത് ചെയ്യാൻ പോകും, വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകം കിടക്കുന്ന ഗന്ധക തീപ്പുകയിലേക്ക് തള്ളിയിടുന്നു. ഇപ്പം നേരത്തെ മൃഗവും പ്രവാചകനും മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പം മൂന്നാമത്തെ ആളെ കൂടെ തള്ളിയിടുന്നു. അപ്പം ഈ 3 പേരും കൂടെ യോജിക്കുന്ന കാലഘട്ടത്തിന്റെ ഇടയില് 1000 ആണ്ട് വാഴ്ച നടന്നു. നിങ്ങൾക്ക് ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 2 യുദ്ധങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2 യുദ്ധങ്ങൾ. അപ്പൊ 2 യുദ്ധങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടമാണ് 1000 ആണ്ട് വാഴ്ചയായി നമുക്ക് ബൈബിളിന്റെ വ്യവസ്ഥയിൽ ലഭ്യമായ അറിവുകളുടെ ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഭാവിയിൽ ഇങ്ങനെ ഒരു 1000 ആണ്ട് വാഴ്ച യേശു ഇങ്ങനെ നടത്താൻ വരുന്നുള്ള ചിന്തകൾ നമ്മൾ ഒരിക്കലും ബൈബിളിൽ വെച്ച് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ അങ്ങനെ തെളിയിക്കും, വേണമെങ്കിൽ തെളിയിക്കുന്ന ആളുകളുണ്ട്. പ്രീ മില്ലേനിയം ആളുകൾ തെളിയിക്കും, പോസ്റ്റ് മില്ലേനിയം ആളുകൾ അങ്ങനെ അല്ലെന്ന് തെളിയിക്കും. ഇവ 2 പേരും അങ്ങനെ തെളിയിക്കുമ്പോൾ നമ്മൾ തിരുവെഴുത്തുകളെ മാത്രം നോക്കുക. ഞാൻ പറഞ്ഞില്ലേ ആദ്യം മനസ്സിലായി, ആദ്യത്തെ ഒരു യുദ്ധം കഴിഞ്ഞു, രണ്ടാമതൊരു യുദ്ധം നടക്കുന്നു. ഇതിന്റെ 2ന്റെ നടുവിലാണ് ഈ 1000 ആണ്ട് വാഴ്ച. കാരണം സാത്താനെ 1000 ആണ്ടിലേക്ക് ചെങ്ങലക്കകത്തിട്ട് അഗാധ കൂപത്തിൽ തള്ളി മേളിൽ ഒരു വലിയ സീലൊക്കെ വെച്ചിരിക്കുക. കാരണം ഇനി അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അഗാധ കൂപത്തിൽ അവനെ തള്ളിയിടുന്നുണ്ട്. അതിനുശേഷം ഒരു വാഴ്ച നടക്കുന്നുണ്ട്. അതിനകത്ത് കഴുത്ത് ഛേദിക്കപ്പെട്ട ആളുകള് അവര് ക്രിസ്തുവിനോട് കൂടെ വാഴുന്നു എന്ന് നമ്മൾ കാണുന്നു. ഞാൻ ഇന്ന് ഇതിന് ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാം. ഞാൻ അത്യാവശ്യമുള്ള കാര്യം ഒന്നും മറയ്ക്കാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ലഭ്യമായ ദൈവകൃപയ്ക്ക് അനുസരിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ 3 വ്യൂ പറഞ്ഞു. പിന്നെ വേറെ 1-2 വ്യൂവും കൂടെ ഉണ്ട്, അതുകൂടെ പറയാം. 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച്. അതായത് ഇത് ആരംഭിച്ചത് ആദ്യ നൂറ്റാണ്ടിൽ ആരംഭിച്ചിട്ട് 40 വർഷത്തോളം നീണ്ടു നിന്നു എന്ന് പറയുന്ന ഒരു AD 70 അവസാനിച്ച ഒരു വ്യൂ ഉണ്ട്. അതാണ് പ്രിട്രിസ്റ്റിക് വ്യൂ. അതായത് പ്രിട്രിസ്റ്റിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഭവിതവാദം സംഭവിച്ചു കഴിഞ്ഞു, ഫുൾഫിൽഡ് എസ്കറ്റോളജി. മറ്റൊരു വ്യൂ എന്ന് പറയുന്നത് 1st സെഞ്ചുറിയിൽ ആരംഭിച്ചിട്ട് 1000 വർഷം അത് നീണ്ടത്, എക്സാക്ട് 1000 വർഷം. അതായത് സഭ ഇരുണ്ട യുഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ വാഴ്ച അവസാനിച്ചു എന്ന് പറയുന്നത് വേറൊരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു വ്യൂ എന്ന് പറയുന്നത് ശലോമോന്റെ കാലത്തിൽ ആരംഭിച്ചു, സമാധാനമായിരുന്നല്ലോ, സമാധാനമായ ശലോമോന്റെ കാലത്തിൽ ആരംഭിച്ചിട്ട് AD 70 അവസാനിച്ചു എന്ന് പറയുന്ന 1000 ആണ്. അതും ഏകദേശം 1000 വർഷമാണ്. ഇങ്ങനെയുള്ള ധാരാളം വ്യൂസ് ഉണ്ട്. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മലയാളികൾ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ ഇതുപോലെ ഏത് വ്യൂ പറഞ്ഞാൽ അവരുടെ വ്യൂവിനപ്പുറത്ത് എന്ത് പറഞ്ഞാൽ അവരെ ദുരുപദേശകനാണ്, പിന്നെ കള്ളനാണ്, കള്ളപ്രവാചകനാന്നൊക്കെ പറയുന്ന ഒരു ബാലിശമായ കുറച്ച് നടപടികൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സ്കോളാസ്റ്റിക് ആയിട്ട് ഒരു അല്പം കൂടെ പ്രബുദ്ധരായ വേദപണ്ഡിതന്മാരുടെ ഇടയിലോട്ട് ഇങ്ങനെയുള്ള വ്യൂസ് ഉള്ള ആൾ പോയാൽ അവര് ദുരുപദേശകൻ എന്നല്ല അവരെ വിളിക്കുന്നത്, അവര് സ്കോളേഴ്സ് എന്ന് വിളിച്ചിട്ട് അവരുടെ വ്യൂ ആണ്. അപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഉടനെ അത് ദുരുപദേശമായി എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞാൽ അതൊരു നമ്മുടെ സംസ്കാര ശൂന്യതയാന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും 100 കണക്കിന് വ്യൂസ് ആണ് ബൈബിളിലുള്ളത്. നമ്മൾ അതിനകത്ത് മെച്ചമായതിനെ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ഈ 2 യുദ്ധങ്ങൾ എപ്പോഴാ സംഭവിച്ചതെന്ന് പറയാം. അപ്പൊ നിങ്ങൾ തന്നെ അനുമാനിച്ചോണം ഇത് 1000 ആണ്ട് വാഴ്ച എപ്പോഴാ നടന്നത്, അല്ലെങ്കിൽ ഈ 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടേക്ക് പോകേണ്ടത്. ഓക്കെ, ഇനി ഈ ഞാൻ പറഞ്ഞല്ലോ പ്രിട്രിസ്റ്റിക് വ്യൂ അനുസരിച്ച് AD 70 ഇതങ്ങ് തീർന്നു എന്ന് പറയുന്നുണ്ട്. AD 70 ഇത് തീർന്നു. പക്ഷേ AD 70 ഇത് തീർന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്.
പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ സാത്താനെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉൾക്കൊള്ളുന്ന വ്യൂ ആണ് പ്രിട്രിസ്റ്റിക് വ്യൂ, അതായത് ഭാവിതവാദം, ഫുൾഫിൽഡ് എസ്കറ്റോളജി. ഈ ഫുൾഫിൽഡ് എസ്കറ്റോളജിയിലെ ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകളും AD 30 മുതൽ അടുത്ത 40 വർഷമാണ് ഈ ക്രിസ്തുവിന്റെ ഭരണം എന്ന് സ്ഥാപിക്കുന്നവരുണ്ട്. ഞാൻ അവരെയൊന്നും കുറ്റക്കാരായിട്ട് പറയല്ല കേട്ടോ. പക്ഷെ അവിടെ ഒരു പ്രശ്നം, അവിടെയൊന്നും സാത്താനെ ബന്ധിച്ചതായിട്ട് കാണുന്നില്ല. കാരണം അവിടെയൊക്കെ സാത്താൻ അലറുന്ന സിംഹം എന്ന ഓണം ചുറ്റിത്തിരിയുന്നു എന്ന് പത്രോസ് പറയുന്നു. സാത്താൻ എന്നെ തടഞ്ഞു എന്ന് പൗലോസ് പറയുന്നു. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസ് സഭയെ ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെ ആ കാലങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ സാത്താൻ എന്ന് പറയുന്നത്. അപ്പൊ സാത്താൻ ആരാണെന്ന് നമ്മൾ അറിയേണ്ടത്. അതൊന്നും ഏതോ ഒരു മാലാകയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നെന്നുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ ദൈവ വചനപ്രകാരമുള്ളതല്ലെന്നും കൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം. അപ്പം അങ്ങനെയുള്ള നിലവിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് സാത്താനെ AD 70 മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് നമുക്ക് യുക്തിക്ക് നിരക്കുന്നതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വായിച്ച വാക്യം എന്താണ്? 1000 മണ്ടത്തേക്ക് ചെങ്ങലക്കിട്ട ശേഷമാണ് ആദ്യത്തെ ഈ റിവോൾട്ടിൽ, ആദ്യത്തെ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യുദ്ധം നമ്മൾ കാണുന്നത് എവിടെയാണ്? കർത്താവ് സൈന്യത്തോടു കൂടെ ഇറങ്ങി വന്ന് ഈ മൃഗത്തെയും ഒക്കെ കൊന്നു കളയുകയാണ്. മൃഗത്തെ കൊന്നു കളഞ്ഞ് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുക. അതാണ് ആദ്യത്തെ യുദ്ധം. ആ ഫസ്റ്റ് റിവോൾട്ട് നടന്നത് അത് യെരുശലേമിലാണ് നടന്നത്. അത് AD 66 മുതൽ 73 വരെയുള്ള കാലഘട്ടം. ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ചരിത്രം ഒക്കെ കേൾക്കുന്നത് ബോറടിക്കുന്നവർക്ക് ചുമ്മാ അതൊരു ടൈം പാസ് ആയിട്ടെങ്കിലും ഇതങ്ങ് എടുത്തു. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആ പറയാം, പക്ഷെ നിങ്ങൾക്ക് അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എനിവേ ജസ്റ്റ് ദൈവവചനമാണല്ലോ, അറ്റ്ലീസ്റ്റ് നമ്മൾ കുറേ കാര്യങ്ങൾ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഫസ്റ്റ് ഗ്രേറ്റ് റിവോൾട്ട് നടന്നത് AD 66 മുതൽ 73 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. 70 ഞാൻ അവിടെ ഒരു മിനിറ്റ് നിൽക്കാം. 70 നമ്മുടെ യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. പിന്നെ 73 വരെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. 70 തീർന്നില്ലേ? 73 വരെ നിലനിൽക്കാൻ ഒരു കാരണമുണ്ട്. അതായത് ഈ യെരുശലേം ദേവാലയത്തിനകത്ത് ഏറ്റവും കൂടുതൽ അക്രമകാരികളായ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ സിക്കാരികൾ എന്ന് പറയും. ഈ സിക്കാരികളാണ് ഈ മൃഗം എന്ന് പറയുന്നതിനകത്ത്. സിക്കാരികളുണ്ട്, സെലറ്റ്സ് മൂവ്മെന്റ്സ് ഉണ്ട്, ഫാരിസീസിന്റെ ഇടയിൽ നിന്നുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ യഹൂദന്മാരായ ആളുകൾ, ഈ ബൈബിളിൽ കാണുന്ന മൃഗം, ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യം കാണുന്ന മൃഗം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന അക്രമകാരികളായ ആളുകളാണ്. അവര് ഹസ്മോനിയൻ രാജവംശം ആൻഡ് ഹെറോദിയൻസ്, ഇങ്ങനെ 2 ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന അക്രമകാരികളാണ്. അവര് സിക്കാരികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഈ സിക്കാരി ഗ്രൂപ്പിൽ നിന്ന് അവന്മാരെ കള്ളന്മാരെന്നാണ് വിളിക്കുന്നത്. അവർ കത്തിയുമായിട്ട് നടക്കുന്ന ആളുകൾ, എപ്പോഴും ഒരു കടാരയുമായിട്ട് നടക്കുക. അവരെ കടാരക്കാരെന്ന് കൂടെ വിളിക്കുക, സിക്കാരികൾ. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറിയ ജൂഡാസ് ഇസ്കറിയോത്ത് എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം സിക്കാരിയ. അദ്ദേഹം അതുകൊണ്ട് പറഞ്ഞു അവനൊരു കള്ളനാകുന്നു പറഞ്ഞില്ലേ? അവൻ മോഷ്ടിച്ചത് കൊണ്ട് കള്ളനായതുകൊണ്ടല്ല, അവന്റെ ഗ്രൂപ്പ് തന്നെ ഒരു കൊള്ളക്കാരുടെ ഗ്രൂപ്പ്. ആ കൊള്ളക്കാരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു അപ്പോസ്തലനെ തെരഞ്ഞെടുത്തതെന്നും കൂടെ ഓർത്തോണം. അതൊരു മനോഹരമല്ലേ? അപ്പൊ ഈ സിക്കാരികൾ ഭയങ്കരമായ മിടുക്കന്മാരാണ്, ഭയങ്കര അക്രമശാലികൾ. അതുകൊണ്ട് AD 70 ദൈവാലയം തകർന്നു, അവരെയൊക്കെ അശേഷം മുടിച്ചു. ഇവരുടെ ഇടയിൽ തന്നെ ഭയങ്കര കലാപം ഉണ്ടായിട്ട് റോം കയറി വെട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെ ഇടയിൽ തന്നെ ആഭ്യന്തര കലകത്തിൽ 1000കണക്കിന് ആളുകൾ മരിച്ചു. ഇവരെല്ലാം അടിച്ചൊതുക്കി റോം. പക്ഷേ ഏകദേശം ഒരു 900 എക്സാക്ട് കണക്ക് ഏകദേശം 1960
960 സിക്കാരികള് എലിയാസർ ബെൻ യായിർ, ഈ വാക്ക് നിങ്ങൾ എഴുതി വെക്കുക, എലിയാസർ ബെൻ യായിർ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ മുകളില്, നേതാവിന്റെ കൂടെ, നേതാവിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ പേര് എലിയാസർ ബെൻ യായിർ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. അവര് ഈ സമയത്ത്, അതായത് ഈ ഭയങ്കര റിവോൾട്ട് നടക്കുന്ന സമയത്ത് യെരുശലേമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് യഹൂദിയ മരുഭൂമിയിലൂടെ അവർ പോയി നമ്മുടെ ചാവുകടലിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മസാദ എന്ന് പറയുന്ന ഒരു പീഠഭൂമിയുണ്ട്. ആ മസാദ പീഠഭൂമിയില് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആന്റിയോക്കസ് എപ്പിഫാനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് രാജാവ്, അദ്ദേഹമാണ് ദൈവാലയത്തിനകത്ത് വന്ന്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ആ പന്നികളെ ഒക്കെ, പന്നിച്ചോരയൊക്കെ ഇട്ട ആളാണ് ആന്റിയോക്കസ് എപ്പിഫാനോസ്. അദ്ദേഹത്തെ കൊന്നത് മക്കാബിയർ സഹോദരന്മാരാണ്. ആ ആന്റിയോക്കസ് എപ്പിഫാനോസ് ഈ മസാദ എന്ന് പറയുന്ന ഈ പ്ലേറ്റിന്റെ മുകളിൽ, ഈ വലിയ പീഠഭൂമിയുടെ മുകളിൽ 470 മീറ്റർ ഹൈറ്റ്, അതായത് ചാവുകടലിൽ നിന്ന് 470 മീറ്റർ, 1/2 കിലോമീറ്ററോളം ഹൈറ്റ് ഉണ്ട് ആ പീഠഭൂമിയിലേക്ക്. അതിനകത്ത് എത്താൻ വലിയ പാടാണ്. വലിയൊരു കോട്ട അതിനകത്ത് പടുത്തുയർത്തിയിട്ടുണ്ട്. ആ മസാദ കോട്ട പിൽക്കാലത്ത് ഹെരോദാവ് പുതുക്കി പണിതു. അവിടെ ആയിരക്കണക്കിന് ആളുകളെ സംരക്ഷിക്കുവാനുള്ള ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന വലിയ സ്റ്റോർ ഹൗസ് ഉള്ള ഒരു ഭയങ്കര ഒരു കോട്ടയാണ് അത്. ശത്രുക്കൾക്ക് പെട്ടെന്ന് അതിനകത്ത് വന്നു കയറാൻ പറ്റത്തില്ല. കാരണം 470 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ വെള്ളമില്ല. മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളം ശേഖരിച്ച് കുടിവെള്ളമാക്കി മാറ്റി വാട്ടർ പ്രൂഫ് ചെയ്ത ടാങ്കിനകത്ത് സൂക്ഷിക്കുന്ന അത്ര വലിയ സംവിധാനം ഉണ്ടായിരുന്നു മസാദ എന്ന് പറയുന്ന ആ പോർട്ടിനകത്ത്. ഈ എലിയാസർ ബെൻ യായിർ എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ 960 സിക്കാരികളും അവരുടെ കുടുംബവും കൂടെ ചേർന്ന് നേരെ ഈ മസാദയുടെ മുകളിലേക്ക് ഓടിപ്പോയി. AD 70 ഈ യഹൂദന്മാരുടെ റിവോൾട്ട് മുഴുവൻ അടിച്ചമർത്തി ആയിരങ്ങളെ കൊന്നു മുടിക്കുമ്പോഴും റോമൻ സൈന്യത്തിന് അറിവ് ലഭിച്ചു, എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു കക്ഷികൾ കുറെ എണ്ണം ഇതിന്റെ മുകളിൽ പോയിട്ടുണ്ട് എന്നറിഞ്ഞു. അങ്ങനെ അറിഞ്ഞ ശേഷം ഈ റോമിന്റെ സൈന്യാധിപനായിരുന്ന ഫിലേവിയസ് സിൽവ എന്ന് പറയുന്ന ഒരാള് ഒരു ലീജിയൻ, അതായത് 8,000 റോമൻസുമായിട്ട് ശ്രദ്ധിക്കണം, 8,000 റോമൻ ആളുകളുമായിട്ട് ഇവരെ പിന്തുടർന്ന് പോയി. മസാദ കയറാൻ പറ്റത്തില്ല. മസാദ കയറാനായിട്ട് ഇവര് അടുത്ത മലയിൽ നിന്ന് ഇങ്ങനെ ചരിഞ്ഞ് തടി കൊണ്ടും മറ്റും പാറകൾ കൊണ്ട് ഇങ്ങനെ ചരിഞ്ഞൊരു ഒരു പാത്തുണ്ടാക്കി. ഏകദേശം 2 വർഷത്തോളം എടുത്തു. എനിക്ക് തോന്നുന്നു മാസങ്ങൾ എടുത്തു ഈ മസാദയുടെ മുകളിൽ എത്താനായിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് കീഴ്പ്പെടുത്താൻ. അതായത് കയറാൻ പറ്റത്തില്ല. സിക്കാരികള് അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. അവരിതിന്റെ മുകളിൽ കയറി. റോമൻ സൈന്യത്തിന് കയറാൻ പറ്റാതെ വർഷങ്ങൾ എടുത്തു ഇതിനകത്തൊന്ന് ഈ 8,000 പേരുടെ ശ്രമം. ഒടുവിൽ സംഭവിച്ച സംഭവം എങ്ങനെയാ നിങ്ങൾ കേൾക്കണം. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാര്യം, കുറച്ച് കുഞ്ഞുങ്ങളും കുറച്ച് സ്ത്രീകളും ഒഴികെ ബാക്കി ആരും തന്നെ ജീവനോടെ ഇല്ല. ആ കോട്ടയ്ക്കകത്ത് ഈ 860 അധികം സിക്കാരികൾ, ഈ റിബൽസ്, ഈ ആളുകൾ കൊല്ലപ്പെട്ട് തീയിൽ വെന്ത് കിടക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തീയിൽ വെന്ത് കിടക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ മൃഗത്തെ എവിടെ കൊണ്ടിട്ടെന്നാ പറഞ്ഞേക്കുന്നത്? മൃഗത്തെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അപ്പൊ ഈ മസാദയുടെ ഗ്രൂപ്പിലുള്ള അവസാനത്തെ ഇത് മൃഗത്തിന്റെ ഗ്രൂപ്പിൽ തന്നെ കേട്ടോ, ഈ ബീസ്റ്റിന്റെ ഗ്രൂപ്പിലുള്ളവരാണ് ഈ സിക്കാരികൾ. ഇവര് മുഴുവൻ ആളുകളെയും എവിടെ തള്ളിയിടുകയാണ്? തീയിലേക്ക് തള്ളുന്നു. അവർ അവിടെ കൊല്ലപ്പെട്ടത് തീയിൽ കൊല്ലപ്പെട്ടു. അത് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഇവർ കഷ്ടപ്പെട്ട് അതിന്റെ മുകളിൽ എത്തുമ്പോൾ ധാന്യങ്ങൾക്ക് തീ പിടിച്ചിട്ടില്ല, വീഞ്ഞ് നശിച്ചിട്ടില്ല, എണ്ണയ്ക്ക് തീ പിടിച്ചിട്ടില്ല, പക്ഷെ ആളുകൾ മുഴുവൻ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ AD 73 ഏപ്രിൽ 15 മസാദ കുന്നിനകത്ത് അവസാനത്തെ ആളുകളും ഇല്ലാതായി.
ാണ് ആദ്യത്തെ ഫസ്റ്റ് റിവോൾട്ട്, റോമിൽ നേതൃത്വത്തിലുള്ള ആദ്യത്തെ യുദ്ധം, ആദ്യത്തെ റിവോൾട്ട്, ഗ്രേറ്റ് റിവോൾട്ട് അവസാനിക്കുന്നത് ഏപ്രിൽ 15 AD 70-ലാണ്, 73-ലാണ്. ഈ അക്കൗണ്ട്സ്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വാർ ഓഫ് ദ ജൂസ് എന്ന് പറയുന്ന ജോസീഫസിന്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ ബോധ്യമാക്കിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം എഴുതി വെച്ചത് ഇങ്ങനെയാണ്, ഞാൻ അതിന് കൊട്ടേഷൻ മാത്രം വായിക്കാം. They had died in the belief that they had left not a soul of them alive to fall into Roman hands. റോമാക്കാരുടെ കൈ വീഴാതിരിക്കാൻ അവരെ തന്നെ കൊന്നു. The Romans advanced to the assault, seeing none of the enemy but on all sides the awful solitude and flames within and silence. അവിടെ ചെന്നപ്പം ഒന്നും കാണുന്നില്ല, അവിടെ തീ ജ്വാലകൾ മാത്രമേ ഉള്ളൂ. They were at all loose to conjecture what had happened here, encountering the mass of slain. Instead of exulting as over enemies, they admired the nobility of their resolve. ഇത് വാർ ഓഫ് ദ ജൂസിൽ ഈ മസാദ കുന്നിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ചുള്ള ജോസീഫസ് എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയൻസിന്റെ നോട്ടാണ്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയാണ് മൃഗം എന്ന് പറയുന്നത് അവസാനിക്കുന്നത്. ആ ചിത്രമാണ്, ശ്രദ്ധിക്കണം, ആ ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിടികിട്ടിയോ? അതായത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന്റെ മുദ്രയേൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ തള്ളിയിട്ട് കളഞ്ഞു. അപ്പം മരിച്ചത്, കൊല്ലപ്പെട്ടത് തീയിൽ കൊല്ലപ്പെട്ടു. എപ്പോഴും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഈ തീയും ഗന്ധകവും നിത്യ നരകമാണെന്ന് വിശേഷിപ്പിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇത് കാരണം ഇവരുടെ വിചാരം ഈ ദൈവം ഒരു നരകം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തീയും ഗന്ധകവുമാണ്, അത് നിത്യ നരകമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇത് ശ്രദ്ധിക്കണം, ഈ എന്തുകൊണ്ട് ഇവിടെ ഗന്ധകവും തീയും എന്ന പദങ്ങൾ പറഞ്ഞിരിക്കുന്നു? ഈ സംഭവങ്ങൾ നടക്കുന്നത് സോദോം ഗോമോറ ഒക്കെ നിലനിന്നിരുന്ന നമ്മുടെ ചാവുകടലിന്റെ തീരത്താണ്, ആ പ്രദേശത്താണ്. അവിടെ വെച്ചാണ്, ഞാൻ പറഞ്ഞില്ലേ, മസാദ എന്ന കുന്നും അവിടെയാണ്, അവിടെ വെച്ചാണ് ഇത് കൊല്ലപ്പെടുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഈ സോദോം ഗോമോറയെ ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി കത്തിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഒരു കാര്യം ഉറക്കെ പറയാം, എൻ്റെ ദൈവം അത് ചെയ്യത്തില്ല. എൻ്റെ ദൈവം, പിന്നെ ക്രിസ്ത്യാനിയുടെ ദൈവത്തെ കുറിച്ച് എനിക്കറിയത്തില്ല, എൻ്റെ ദൈവം ഒരു മനുഷ്യനെയും കൊല്ലത്തില്ല, ഒരു മനുഷ്യനെയും കൊല്ലത്തില്ല. എൻ്റെ കർത്താവ് ആരെയും കൊല്ലത്തില്ല. എനിക്ക് എൻ്റെ കർത്താവിനെ കുറിച്ചൊരു മുൻവിധിയുണ്ട്. ആ മുൻവിധി എൻ്റെ തമ്പുരാൻ സ്നേഹമാണെന്ന്. അപ്പൊ പിന്നെ ചോദിക്കും, ഈ അപകടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ സംഭവിച്ചെന്താ? ഈ ഒറ്റ കാര്യമുള്ളൂ, ദൈവം കൊല്ലത്തില്ല. ദൈവം മനുഷ്യന് നൽകുന്ന പ്രൊട്ടക്ഷൻ, ആ പ്രൊട്ടക്ഷന്റെ വേലി ദൈവം ഇങ്ങനെ തുറക്കും, അത്രേ ഉള്ളൂ. ആ ദൈവം പ്രൊട്ടക്ഷൻ മാറ്റുമ്പോഴാണ് ഈ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്. പിടികിട്ടുക, അല്ലാതെ ദൈവം വന്ന് തീ ഇടുകയല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇനി ഈ തീ എങ്ങനെ ഇറങ്ങി വന്നു? സംഭവം ഇപ്പോൾ ഇത് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ബൈബിള് കിട്ടി, ഈ ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, നമ്മുടെ വേദപണ്ഡിതന്മാർ നൽകുന്ന അറിവ് നമ്മൾ പങ്കുവെക്കുന്നു, അവർ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ എല്ലാം ധാരണ വാസ്തവത്തില് സ്വർഗത്തിൽ നിന്ന് ഒരു തീ ഇങ്ങനെ ഇറങ്ങി വന്ന് നമുക്ക് കേൾക്കാൻ ഭയങ്കര ആഗ്രഹം. കാരണം യഹോവയുടെ എതിരാളികൾ ഇങ്ങനെ കത്തുന്നു എന്നൊക്കെ കേൾക്കുന്ന നമുക്കൊരു വലിയ ആശ്വാസമാണ്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവത്തിന് ഒരാളെ കൊന്നു മുടിക്കാൻ ആഗ്രഹമില്ല. പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇന്ന് മോഡേൺ വേൾഡിൽ ആ സ്ഥലം, അതായത് ലോത്തിന്, സൊദോം ഗോമോറയെ കുറിച്ച് ആർക്കിയോളജിക്കൽ പഠനം നടത്തുന്ന വേദപണ്ഡിതന്മാരായ അല്ലെങ്കിൽ ദൈവവിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാർ, ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തിയ ചില നിഗമനങ്ങള്, ലോത്തിന്റെ കാലത്ത് അവിടെ ഈ ലേക്ക് ഓഫ് ബിറ്റുമിൻ, അൽഫാൽറ്റീസ് എന്ന് പറയും. അതായത് ലേക്ക് ഓഫ് അൽഫാൽറ്റീസ്, അതായത് ഈ നമ്മളവിടെ ചാവുകടൽ എന്നാ പറയുന്നേക്കുന്നത്. അവിടെ ആ സ്ഥലത്ത് കീൽക്കുഴികൾ ഉണ്ടെന്ന് ഞാൻ എല്ലാം കൂടെ ഇനി വിശദീകരിക്കപ്പെട്ട സമയമില്ല. കീൽക്കുഴികൾ ഉണ്ട്. അതായത് അവിടെ സോദോം രാജാവ് പോയി കീൽക്കുഴിയിൽ വീണു നമ്മൾ വായിക്കുന്നുണ്ട്. വായിച്ചിട്ടില്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? അബ്രഹാമിന്റെ ചരിത്രം പഠിക്കും. കീൽക്കുഴികൾ എന്ന് പറഞ്ഞാൽ ബിറ്റുമിൻ. നമ്മുടെ നാട്ടിൽ ഈ റോഡ് താറുണ്ട്, റോഡിന് താറില്ലേ, ആ താറാണ് ബിറ്റുമിൻ. ഈ ബിറ്റുമിൻ ഉള്ള വലിയ ലേക്സ് അവിടെ ഉണ്ടായിരുന്നു.
അതായത് നാച്ചുറലി ബിറ്റുമിൻ പുറത്തു വരുന്ന കീൽക്കുഴികൾ, അവിടെ അപ്പോൾ വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സംഭവിച്ചിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ ആളുകൾ വരുന്നത്. ഈ ബിറ്റുമിനകത്തുള്ളതാണ് ഗന്ധകം. മനസ്സിലാക്കണം, ഗന്ധകമില്ലേ, സൾഫർ. സൾഫർ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ബിറ്റുമിനകത്താണ്. അപ്പൊ തീയും ഗന്ധകവും സ്വർഗത്തിൽ നിന്ന് വരികയല്ല, അവിടുത്തെ ഏതോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ആ തീയും ഗന്ധവും കൊണ്ടാണ് ആ പട്ടണം കത്തിപ്പോയത്. ഇതാണ് ആദ്യം മനസ്സിലായത്. അതുകൊണ്ടാണ് ആ സ്ത്രീ സ്റ്റാച്ചു പോലായെന്ന് പറഞ്ഞാൽ ബിറ്റുമിനാ. എനിക്ക് തോന്നുന്നു അവളെ ഒട്ടിപ്പോയി, അല്ലെങ്കിൽ ആ അഗ്നിപർവ്വതത്തിനകത്ത് ലാവയ്ക്കകത്ത് അങ്ങോട്ട് ആള് പോയതാണ്. നമ്മളല്ലാതെ ദൈവം ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഉപ്പാക്കി എന്നൊക്കെ പറയുന്ന ചിന്ത. നമ്മൾ ഒറ്റ വാക്കിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഒരൊറ്റ നോക്കുമ്പോൾ ഉടനെ ദൈവത്തിന് കോപം കയറി അവളെ ഉപ്പുതൂണാക്കി എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ നമ്മുടെ കർത്താവ് അത് ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും ദൈവമക്കളോട് പറയാം, നിങ്ങൾ ഈ ബൈബിൾ എടുക്കുമ്പോൾ ഈ ദൈവത്തെക്കാൾ വലുതല്ല ബൈബിൾ എന്ന് ആദ്യം മനസ്സിലാക്കണം. ദൈവത്തെക്കാൾ വലുതല്ല ബൈബിൾ. രണ്ട്, നിങ്ങളുടെ ബൈബിളിനകത്ത് ദൈവത്തെ വെച്ചിട്ട് സിപ്പിടരുത്, ദൈവത്തെ ശ്വാസം മുട്ടിക്കരുത് പ്ലീസ്. ദൈവത്തെ ശ്വാസം മുട്ടിക്കരുത്. നിങ്ങൾ ഈ ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ, പഴയ നിയമം എടുക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു മുൻവിധി ഉണ്ടാക്കണം. ഒരു മുൻവിധി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്റെ തമ്പുരാൻ സ്നേഹമാണ്, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ് എന്ന നിലയിൽ മാത്രമേ നിങ്ങൾ ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ എതിരാളിയെ നരകത്തിലിട്ട് വറക്കുക. അതും 1-2 ദിവസമല്ല, നിത്യത മൊത്തം വറുത്താലും ദൈവത്തിന് കലി തീരത്തില്ല. ഇത് ഏത് ദൈവമാണോ? അല്ല, അങ്ങനെ ഒരു ദൈവത്തെ സേവിക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ദൈവത്തെ സേവിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു മനുഷ്യൻ 20 വർഷം ജീവിച്ചു, അല്ല 50 വർഷം ജീവിച്ചു, അവൻ ചെയ്ത പാപത്തിന് പരിഹാരം വരുത്താതെ അവനെ നരകത്തിലിട്ട് കത്തിച്ച് വെന്തി, എന്നിട്ട് വീണ്ടും കത്തിച്ച് നിത്യ യുഗമിട്ട് കത്തിച്ച് അതിനകത്ത് രസിക്കുന്ന ദൈവം, ദാറ്റ്സ് നോട്ട് മൈ ഫാദർ പ്ലീസ്. അത് വേറെ ദൈവമാണ്, നമ്മുടെ കർത്താവല്ല. അപ്പൊ ഇവിടുത്തെ ഞാൻ പറഞ്ഞു വന്നത്, തീയും ഗന്ധകവും എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് സംഭവിച്ച ഹിസ്റ്റോറിക്കൽ പ്രശ്നമാണ്. അല്ലാതെ ദൈവം ഒരു നരകവാസം ഇങ്ങനെയോ ഞാനതറിഞ്ഞില്ലോ എന്നൊരു പാട്ടുണ്ടല്ലേ, ദൈവം ഒരുക്കിയ പാതാള നരകം എത്ര ഭയങ്കരമാണെന്ന്. തീയും നിങ്ങൾ ഈ ബൈബിൾ നോക്കിക്കേ. എനിക്ക് എല്ലാം അറിയാവുന്ന ആളുകളാണല്ലോ ഇവിടെ ഉള്ളത്. ഈ വെളിപ്പാട് 20:14 ഒരു വാക്യമുണ്ട്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കും. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ പാതാളം ഹേഡീസാ. മരണം എന്ന് പറഞ്ഞാൽ ഡെത്ത. ഈ ഡെത്തിനെയും ഹേഡീസിനെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഞാൻ ചോദിക്കുന്നു, എങ്ങനെ തീയും മരണവും പാതാളവും കൂടെ എങ്ങനെ തീപ്പൊയ്യിൽ കത്താൻ പറ്റുമോ? എന്താ അതിന്റെ അർത്ഥം? മരണവും പാതാളവും. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട്, എപ്പോഴും ശ്രദ്ധിക്കണം, ഓൾഡ് ടെസ്റ്റമെന്റിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞു, ഓൾഡ് കവനന്റ് ഈസ് ദ കവനന്റ് ഓഫ് ഡെത്ത്. മരണത്തിന്റെ പ്രമാണം, അക്ഷരം കൊല്ലുന്നു. അപ്പൊ ന്യായപ്രമാണത്തെ കൊണ്ടുപോയി തീക്കകത്തിട്ട് കത്തിക്കുന്നതിനെയാണ് അവിടെ പറയുന്നത്. അല്ലാതെ പാതാളം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അതിനെ പൊക്കി എടുത്തുകൊണ്ട് തീക്കകത്തിടുക എന്നല്ല. അങ്ങനെ ഒരു ഇടത്തെ കത്തിക്കാൻ പറ്റുമോ? മരണം എന്നൊരു അവസ്ഥയെ കത്തിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് ദൈവം ബുദ്ധിയും ജ്ഞാനവും കൃപയും ഒക്കെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ദൈവകൃപയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഞാൻ ആ ഭാഗം വിടുന്നു, ഇങ്ങനെ പോയാൽ നമുക്ക് സമയമില്ല. ഇനി 4-5 പോയിന്റ്സ് എനിക്ക് ആദ്യമായിട്ട് പറയാൻ പോകും. ഒന്നാമത്തെ പോയിന്റ്, ഞാനത് ആദ്യം ഒന്നാമത്തെ പോയിന്റ്സ് ബൈ പോയിന്റ് ആയിട്ട് ഈ കാര്യങ്ങളെ നമ്മളൊന്ന് അവതരിപ്പിച്ച് പഠിക്കുമ്പോൾ 2 യുദ്ധങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. ആദ്യത്തെ യുദ്ധത്തെ കുറിച്ച് ഞാനൊരു ഇല്ലുസ്ട്രേഷൻ നൽകി. റെവലേഷൻ ചാപ്റ്റർ 19:17 മുതൽ, അതായത് വെളിപ്പാട് പുസ്തകം 19:17 മുതൽ 20:3 വരെ ഉള്ള ഭാഗങ്ങളില് മൃഗത്തെ പിടിക്കുന്നു, കള്ളപ്രവാചകനെ സാത്താനെ. ഇതിലെ 2 പേരെ ലേക്ക് ഓഫ് ഫയറിലേക്ക് തള്ളിയിടുന്നു, സാത്താനെ സ്പെയർ ചെയ്യുന്നു, സാത്താനെ വിടുന്നില്ല. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ശരി, ആ പോയിന്റ് നമ്മൾ അവിടെ നിന്നുകൊണ്ട് പഠിക്കുമ്പോൾ, ഞാൻ അതിന് ഇപ്പൊ തന്നെ ഓൾറെഡി ഞാൻ ആ വിഷയം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ AD 70 ആദ്യത്തെ റിവോൾട്ട് നടക്കുന്നു ഞാൻ പറഞ്ഞു. ആ റിവോൾട്ട് നടക്കുമ്പോൾ AD 73 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് ഈ എതിരാളികളായ സെലസ് മൂവ്മെന്റിന്റെ യഹൂദനായ അല്ലെങ്കിൽ യഹൂദ സമുദായത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മൃഗം, ആ മൃഗത്തെ നമ്മൾ കൊല്ലുന്നതായിട്ട് കാണാം. രണ്ടാമത് വേറൊരു മൃഗമുണ്ട്,
അത് നമ്മൾ 13-ാം അധ്യായത്തിൽ കാണുന്ന മൃഗം. അത് റോമാണ്. രണ്ടു മൃഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇത് ആന്റി ക്രൈസ്റ്റ് അല്ല, ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്. ആന്റി ക്രൈസ്റ്റോ ഒരു ക്രൈസ്റ്റോ അല്ലത്. കാരണം ഇവിടെ ഒന്നും ആന്റി ക്രൈസ്റ്റ് ഇല്ല. ആദ്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെളിപ്പാട് പുസ്തകത്തില് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമേ ഇല്ല. അത് മനുഷ്യ സൃഷ്ടിയാണ്. അത് നമ്മുടെ പ്രാസംഗികരുടെയും തിയോളജിയൻസിന്റെയും സൃഷ്ടിയാണ്. ഞാൻ ഈ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ അല്ല, ബൈബിളിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് സൂചിപ്പിക്കാമെങ്കിൽ ഞാൻ തിരുത്തിക്കോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നത് ഫൈനൽ വേർഡ് അല്ല, ഞാൻ പറയുന്നത് ഇത് അവസാന വാക്കല്ല. ഞാൻ തെറ്റാവരമുള്ള പോപ്പും അല്ല. ഞാൻ പറയുന്നതൊന്നും തെറ്റത്തില്ല എന്ന അവകാശവാദം എനിക്കില്ല. ഏതെങ്കിലും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വരുമെങ്കിൽ നിശ്ചയമായി, അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നിന്ന് തന്നെ വന്നാലും ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. 100% അംഗീകരിക്കാൻ തയ്യാറാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഇന്ന ഭാഗത്ത് പറഞ്ഞ തെറ്റാണ്, ഇതാ ശരി എന്ന് പറയാനുള്ള ഒരു മടി എനിക്കില്ല. അതുകൊണ്ട് ആ ഒരു നിലയിൽ വേണം എന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. ഓക്കെ, ഇവിടെ ആ മൃഗത്തെ കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ ഒരു ഭാഗത്തോടുകൂടെ, അതായത് 19-ന്റെ 21-ാമത്തെ വാക്യത്തോടാണ് ആദ്യമായിട്ട് റിവോൾട്ട് അവസാനിക്കുക. റിവോൾട്ട് ആദ്യത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ AD 70-ലെ ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നു. അവസാനിച്ച ശേഷം നമ്മൾ സാത്താനെ സീൽ ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കി, സാത്താൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റിൽ എന്താണ്? സാത്താൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് എന്താണ്? ലൂസിഫർ എന്ന് പറയുന്ന ദൂതൻ വെട്ടേറ്റ് താഴെ വീണ് ആ കക്ഷിയാന്നല്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കുക. ഒരു ദൂതൻ അഗാധത്തിൽ താക്കോലുമായി ഒരു ചെങ്ങലയുമായിട്ട് വന്ന് കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ദൂതൻ ചെങ്ങലയ്ക്കകത്ത്, ഞാൻ ചോദിക്കും, ഈ സ്പിരിറ്റ് ബീയിങ്, അപ്പൊ നമ്മളത് സ്പിരിച്വൽ ആക്കും കേട്ടോ. ചെങ്ങലയും താക്കോലും വെച്ച് പൂട്ടിയിടാൻ പറ്റുന്ന ഒരു നാണോ ഈ സാത്താൻ? എന്തായി സാത്താൻ? സാത്താൻ എന്ന് പറഞ്ഞ എപ്പോഴും മനസ്സിലാക്കണം, ക്രിസ്തുവിനെ കൊന്ന, അപ്പോസ്തലന്മാരെ കൊന്ന, വിശുദ്ധന്മാരുടെ രക്തം ചിന്തിയ, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞോടിച്ച, പ്രവാചകന്മാരെയും അയക്കപ്പെട്ട ദൈവവൃത്യന്മാരെയും ദാക്ഷിണ്യമില്ലാതെ കൊന്നുമുടിച്ച യഹൂദ മതമാണ് സാത്താൻ. അതാ സാത്താൻ. ഇന്നും ആരെല്ലാം മതത്തിന്റെ അധീനതയിലാണോ അവരെല്ലാവരും സാത്താന്മാര് തന്നെ. അത് ക്രിസ്തു മതമാണെങ്കിലും, ഹിന്ദു മതമാണെങ്കിലും, ഇസ്ലാം മതമാണെങ്കിലും, കൺഫ്യൂഷ്യസ് മതമാണെങ്കിലും, ബുദ്ധമതമാണെങ്കിലും, ജൈനമതം, ഏത് മതമായിക്കോട്ടെ, ഇഫ് യു ആർ അണ്ടർ എ റിലീജിയൻ, യു ആർ അണ്ടർ ദ ഡൊമിനിയൻ ഓഫ് സാത്താൻ. സാത്താന്റെ കീഴിൽ തന്നെ, ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഉദാഹരണം പറയാം. ഇസ്രായേലിനെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ ഇസ്രായേലിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ ഇസ്രായേല് ആക്രമിക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല. പാലസ്തീൻ കാണിക്കുന്ന തെമ്മാടിത്തരത്തിനോട് എനിക്ക് ഇഷ്ടമല്ല. ഇവർ കാണിക്കുന്നതൊന്നും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കണം. ഈ രണ്ട് കക്ഷികളും മൂവ് ചെയ്യുന്നത് മതത്തിന്റെ ബേസിലാണ്. മതമാണ് ഒരുത്തന്റെ തലേ റിലീജിയൻ. ഈ മതക്കാരൻ അവനെ നശിപ്പിക്കാൻ നോക്കണം, ആ മതക്കാരൻ ഇവരെ. മതം എവിടെ ഉണ്ടോ അവിടെ യുദ്ധമുള്ളൂ. എന്ന് ഭൂമിയിൽ നിന്ന് മതം അപ്രത്യക്ഷമാകുന്നു അന്ന് ഭൂമി സമാധാനം ഉണ്ടാവും. റിലീജിയൻ ആണ് ഇവിടുത്തെ സാത്താൻ. റിലീജിയൻ ആണ് സാത്താൻ. അതേ സമയത്ത് ഈ അടി നടക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അടി നടക്കുമ്പോ ഇവിടെ ചൊരിയുന്ന രക്തം കുടിക്കുന്ന കുറച്ച് കുറുക്കന്മാരുണ്ട്. ആ കുറുക്കന്മാരാരാണെന്ന് കമന്റ് ബോക്സിൽ ഒന്നൊന്ന് പറഞ്ഞാൽ, എന്തായാലും ഞാൻ പരസ്യമായിട്ട് പറയുന്നത്, ഈ അടി നടക്കുന്നതിനകത്ത് ഒരു അടുത്ത ചരിത്രം സൃഷ്ടിച്ച് ചോര കുടിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ ഒന്ന് സൂക്ഷിക്കണം. പരസ്യമായിട്ട് ഞാൻ അത് പറയുന്നില്ല. ഓക്കെ, വിട്ടേ. അതും മതത്തിന്റെ ആളുകളല്ല, റിലീജിയനാണ്. ഇവിടെ സാത്താനെ പിടിച്ച് ചെങ്ങലക്കകത്തിട്ടേക്കുക. എന്തെന്ന് ചോദിച്ചാൽ ജാതികളെ ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ തെറ്റിക്കാന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് വഞ്ചിക്കാതിരിക്കാൻ, ചതിക്കാതിരിക്കാൻ, വഞ്ചിക്കാതിരിക്കാൻ വേണ്ടി ഇവനെ കുറച്ച് കാലത്തേക്ക് മുദ്രയിട്ട് പൂട്ടി. ഏതോ ഒരു വലിയ കുഴിക്കകത്ത്, കിണറ്റിനകത്ത് അങ്ങോട്ട് ഇട്ട്. എനിക്കൊന്നും അഗാധ കൂപം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ എന്റെ മനസ്സിലൊക്കെ ആദ്യം വന്നത് ഈ നമ്മുടെ ബോർവെല്ലില്ലേ, ഭയങ്കര ആഴത്തിൽ ബോർവെൽ, ഏതോ ഒരു ബോർവെല്ലിനകത്ത് അവനെ ഇട്ടിട്ട് മേളിൽ
ദൈവം ഇരുമ്പിന്റെ വലിയ പ്ലാറ്റ്ഫോം ഒക്കെ വെച്ച് അടച്ച് കൂട്ടി അങ്ങ് വെച്ച് അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ ചെന്ന്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ആള് ജനതയെ ചതിക്കാൻ പാടില്ല. കുറച്ചു പേരെയും കൂടി വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കാൻ ഇവനെ എന്ത് ചെയ്യാം, അടച്ച് സൂക്ഷിച്ചിരിക്കുക. അപ്പൊ സാത്താൻ ഇല്ലാത്ത ഒരു കുറച്ച് കാലഘട്ടം. 1000 ആണ്ടിന്റെ പ്രത്യേകത നോക്കിയേ. സാത്താൻ ഇല്ലെന്ന് പറഞ്ഞാൽ മതത്തിന്റെ തീവ്രമായ സ്വഭാവങ്ങൾ വെളിപ്പെടാതെ ജനതയെ ചതിക്കാതെ വഞ്ചിക്കാതിരിക്കുന്ന കുറെ കാലഘട്ടം. അപ്പം മെയിൻ ആയിട്ടുള്ള ഈ സംവിധാനത്തിന്റെ 2 പ്രധാന ആളുകളെ തീപ്പൊയ്ക്കകത്ത് തള്ളിയിട്ടിരിക്കുന്നു. ആദ്യത്തെ റിവോൾട്ടായി. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് ഈ സാത്താൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സാത്താൻ ബന്ധിക്കപ്പെട്ടതിന് ശേഷം. അപ്പം സാത്താന് നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളിൽ ഒരു വാക്യം നിങ്ങൾ വായിക്കണം. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൽ പറഞ്ഞൊരു വാക്യം. എന്റെ പെട്ടെന്ന് എന്റെ ഓർമ്മയിലോട്ട് വന്നതാണ്. 16-ന്റെ 20-ാം വാക്യം നോക്കി, ബൈബിളിലോട്ട് നോക്കിയാൽ മതി. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. വേഗത്തിൽ സാത്താൻ എന്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ വേഗത്തിൽ ചതയപ്പെടാൻ പോവാന്നുണ്ട്. ഇനി നോക്കിയാൽ അതുപോലെ തന്നെ പത്രോസ് പറഞ്ഞിരിക്കുന്ന വാചകങ്ങളുണ്ട്. ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളികളോട് താഴ്മയുള്ള അതുകൊണ്ട് നിങ്ങൾക്ക് കരുതനാകാൻ സാധിക്കുമെങ്കിൽ നിർമ്മതരായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, 8-ാം വാക്യം 5-8, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുന്നു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അപ്പൊ തിരിഞ്ഞു ചുറ്റി നടക്കുന്ന സാത്താൻ ആരാ? മനസ്സിലാക്കാൻ കുറച്ചും കൂടി താഴെ വെച്ച്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. എന്ന് പറഞ്ഞാൽ ഇവന്റെ അഹങ്കാരവും പീഡനവും ഒക്കെ തീരാൻ പോവുക. ഈ അലറുന്ന സർപ്പം എന്നോളം അലറുന്ന സിംഹം എന്നോളം ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞു വരുന്ന ഈ സാത്താൻ എന്ന് പറയുന്നത് ഒരിക്കലും ലൂസിഫർ അല്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അത് ലൂസിഫർ അല്ല, മറിച്ച് ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ജൂ. തെളിവ് എന്താണ്? നിങ്ങളുടെ സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകളെന്ന്. എന്തോ കഷ്ടപ്പാട്? നിങ്ങളുടെ സഹോദര വർഗങ്ങളെ ഈ സാത്താൻ കുറെ വീഴ്കാൻ ശ്രമിച്ചു, അവൻ ഉപദ്രവിച്ചു. അതായത് യഹൂദന്മാരാണ് അവിടുത്തെ സാത്താൻ പിശാച് എന്ന് പറയുന്നത്. സത്യമായിട്ട് നിങ്ങൾ തിരുവഴുത്തുകൾ ഗ്രഹിച്ചു നോക്ക്. അല്ലാതെ പുള്ളി ഒരു അജ്ഞാത ജീവിയായിട്ട് ഇങ്ങനെ ആരും അറിയാത്ത ഇരുളിൽ ഇങ്ങനെ പസിക്കുന്ന ഏതോ ഒരു സംഭവം അല്ല. ഇതാണ് സാത്താൻ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. അത്രയും ഭാഗം ഞാൻ പറഞ്ഞു വിടുക. കുറച്ചു സമയത്തേക്ക് ഇയാളെ എന്ത് ചെയ്യണം? അഴിച്ചു വിടണം. കുറച്ചു കാലത്തേക്ക് അഴിച്ചു വിടണം. അപ്പം ഇയാള് അവസാനിക്കുന്ന അടുത്ത യുദ്ധത്തെക്കുറിച്ചും താഴെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മൂന്നാമതൊരു പോയിന്റ് ഉണ്ട്. ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്, ആദ്യത്തെ പോയിന്റ് എന്താ? ബീസ്റ്റിനെയും പ്രൊഫറ്റിനെയും തള്ളിക്കളഞ്ഞു, തീപ്പൊയ്കലിട്ടു. അതിനകത്ത് സാത്താൻ ഒഴിവായി. സാത്താനെ പില്ലാതെ ചെങ്ങലക്കകത്തിട്ടു. എന്തുകൊണ്ട് സാത്താനെ ചെങ്ങലക്കകത്തിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ഡിസീവ് ചെയ്തു. കാരണം വെളിപ്പാട് പുസ്തകം 12:9 പറഞ്ഞു കഴിഞ്ഞാൽ, so the great dragon was cast down, the serpent, that serpent of old, called the devil and Satan, who deceives the whole world. സകല ഭൂലോകത്തെ ഒക്കെയും വഞ്ചിച്ച സർപ്പം. ആ കക്ഷി ഇനി കുറച്ചു കാലത്തേക്ക് വഞ്ചിക്കാതിരിക്കാൻ അങ്ങനെ പിടിച്ച് കൂട്ടിയിട്ടിരിക്കും. ഇനി മൂന്നാമതൊരു പ്രധാന പോയിന്റ് അവിടെ ഉള്ളത്, ഞാൻ അവിടെ വിശദീകരിക്കാൻ കൂടുതൽ നിൽക്കുന്നില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. കാരണം അവിടെ നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ റിസറക്ഷനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ദ ടൈമിംഗ് ഓഫ് ക്രൈസ്റ്റ് സിറ്റിംഗ് ഓൺ ദ ത്രോൺ വിത്ത് ഹിസ് സെയിൻസ്. അവന്റെ വിശുദ്ധന്മാരുമായി അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതായ ഒരു ചിത്രം. നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിന്റെ ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചക പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 7-ന്റെ 11 മുമ്പ് സംസാരിച്ച വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി, അവർ
മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിട്ട് ചുട്ടുകളയും ചെയ്യുമ്പോഴാം. ഈ ദാനിയേലിന്റെ പ്രവചനം 7:11 പറഞ്ഞ ഈ മൃഗം എന്നൊക്കെ പറഞ്ഞ റെവലേഷൻ ചാപ്റ്റർ 19 മൃഗമാണ് കേട്ടോ. അയാളെ തീയിലിട്ട് ചുട്ടുകളയും ചെയ്യുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവരുടെ ആധിപത്യം നീക്കം ഭവിച്ചു, എന്നിട്ടും അവരുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്ക് നീണ്ടു നിന്നു. ഒരു പോയിന്റ് ആണത്. അതായത് മൃഗത്തെ കൊന്നു, പക്ഷെ ബാക്കി മൃഗങ്ങളുണ്ട്. ആ ബാക്കി മൃഗങ്ങളെ ആയുസ് ഇവിടെയാണ് വെച്ചിട്ട് ആയുസ് അവരുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു, അവിടെ നിന്ന് നീക്കി. പക്ഷെ എന്നിട്ടും ആയുസും ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിന്നു. കുറച്ച് കാലം കൂടെ കക്ഷിക്ക് നീണ്ടു നിൽക്കേണ്ടി വന്നു. അത് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ സേറ്റൻ, സാത്താൻ എന്ന് പറയുന്ന മൃഗമാണ്. ഞാൻ മറന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു, എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കാൾ നീളും. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദർശനായ ഒരുവൻ കയറി വരുന്നത് കണ്ടു. അതിന്റെ അടുത്ത ചിന്ത 23 വാക്യങ്ങൾ ഇങ്ങനെയാണ്: നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ, അത് സകല ജാതികളിൽ വെച്ച് വ്യത്യസ്തമുള്ള സർവ്വഭൂമിയിൽ തിന്ന് ചവിട്ടിക്കളയുകയും ചെയ്യുന്നു. നാലാമത്തെ മൃഗത്തിന്റെ കാര്യം ഞാൻ നമ്മുടെ വെളിപ്പാട് പുസ്തക പഠനത്തിനുണ്ട്, നിങ്ങൾ അതിലേക്ക് പോവുക. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പോ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹസ്മോനിയൻ രാജവംശം എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു വിടുന്നു. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തതിൽ വ്യത്യസ്തമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ നമ്മുടെ ബുക്ക് ഓഫ് റെവലേഷനകത്തുണ്ട്. അവൻ മുമ്പത്തേവരോട് വ്യത്യസ്തമുള്ളവനായി 3 വീഴ്ത്തികളെയും അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ആ കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ലഭിക്കും. കാലവും കാലങ്ങളും കാലാംശം മീൻസ് 3.5 വർഷം. 3.5 വർഷം. അപ്പൊ 3.5 വർഷമാണ് ജാതികൾ യെരൂശലേമിനെ മേധിക്കേണ്ടത്. 3.5 വർഷമാണ് ഈ ക്രിസ്തീയ വിശ്വാസികളെ, ദൈവ മക്കളെ ഇവൻ ഉപദ്രവിച്ചത്. അതുകൊണ്ടാണ് 3.5 വർഷം അവർക്ക് പാർക്കാൻ മരുഭൂമിയിൽ ഒരു വഴി തുറന്നു നമ്മൾ വെളിപ്പാട് ദിവസം 12 കാണുന്നുണ്ട്. 3.5 വർഷത്തിൽ അവളെ സൂക്ഷിക്കുക. ടോക്കിംഗ് അബൌട്ട് ദ ചർച്ച്. ഓക്കെ, അപ്പം അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. പെല്ല എന്ന് പറയുന്ന കൊടുമുടിയിലേക്ക് ഓടി പോകുന്നുണ്ട്. ദിസ് ഈസ് ഓൾ കോംപ്ലിക്കേറ്റഡ്. ദർ ആർ സോ മെനി കാര്യങ്ങൾ അവിടെ എല്ലാം ഉള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, അടുത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന്റെ കീഴിലുള്ളതല്ല, സകല രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ തന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അതായത് ഈ 26 വാക്യം, എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ചു മുടിക്കും. ദൈവത്തിന്റെ ന്യായവിസ്താര സഭ ഇരുന്നിട്ട് ഈ രാജാക്കന്മാരെ മൊത്തം നിഗ്രഹിച്ചിട്ട് പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടത്തുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ തന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാകുന്നു, സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. സോ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 7-ലും 11-ലും 23-ലും 27-ലും വാക്യങ്ങൾ, ഇവിടെ അവന്റെ വിശുദ്ധന്മാർക്ക് ആധിപത്യം ലഭിക്കുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 20-4 മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കഴുത്തറുക്കപ്പെട്ടവർ. ഈ കഴുത്തറുക്കപ്പെട്ടവർ ആരാഴ്ചയിൽ മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവർ. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ കഴുത്തറുക്കപ്പെട്ട ഈ രക്തസാക്ഷികൾ ഒന്നാമത്തെ റിവോൾട്ടിൽ, ആദ്യത്തെ ആ പീഡനത്തിനകത്ത് കൊല്ലപ്പെട്ടവരാണ് രക്തസാക്ഷികൾ. തങ്ങളുടെ കഴുത്ത് ഛേദിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ സാക്ഷി നിമിത്തം കൊല്ലപ്പെട്ടവരാണ്. അവർ ക്രിസ്തുവിനോടൊപ്പം ഇരുന്ന് ഭരിക്കുന്നു എന്ന് നമ്മൾ ആ ഭാഗത്ത് കാണുന്നു. അതിനെക്കുറിച്ചുള്ള വിശദീകരണം നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് വരാൻ പറ്റും. ഞാൻ ഇന്ന് ഈ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചുള്ള കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യും. നമുക്കത് പിന്നെ പഠിക്കണം. ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നേ. യേശു പറഞ്ഞൊരു വാചകങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചില്ല, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ, ഉയർപ്പിൽ, പുനർജനം എന്ന് പറഞ്ഞാൽ ഉയർപ്പാകട്ടോ, റിസറക്ഷൻ, മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ
നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെ ന്യായം വിധിക്കുന്ന സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പം പുനർജനനത്തിൽ, ദാറ്റ് ഈസ് റിസറക്ഷൻ. അടുത്ത ചോദ്യം, ഇതെപ്പോൾ സംഭവിച്ചു? ഇതെപ്പോൾ സംഭവിച്ചു? ഇതിന്റെ ആൻസർ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് പറയുന്ന ഒരു പഠനം തൊട്ടടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. ആ ദിവസം ഈ ചോദ്യത്തിന്റെ ആൻസർ അവിടെ ഉണ്ടാവും. നമ്മൾ തൽക്കാലം അവിടെ നിന്ന് മുമ്പോട്ട് പോവാം. എനിവേ, ഒരു കാര്യം ഉറപ്പാണ്, വെളിപ്പാട് ദിവസം 3:21 കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുവാ? ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനം തിരിപ്പാൻ ഞാൻ വരുന്നത്. ഇവിടെയല്ല, ഞാൻ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിച്ചുള്ളൂ. ദാനിയേലിന്റെ പ്രവചനത്തിലാണെങ്കിലും മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിലും വെളിപ്പാട് 3:21 ഒക്കെ സിംഹാസനത്തിൽ വാഴും, അവന്റെ വിശുദ്ധന്മാർ അവനോടൊപ്പം വാഴും. is a reigning of the saints with Christ. ഇതാണ് അവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയൽ വസ്തുത. ഓക്കെ, നിങ്ങളത് മനസ്സിൽ വെച്ചിരിക്കുക. ബാക്കി കാര്യങ്ങൾ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് പഠിപ്പിച്ചു തരും ഞാൻ വിശ്വസിക്കുന്നു. തരും. ഇനി ആരാണ് അവന്റെ കൂടെ വാഴുന്നത്? ആരൊക്കെയാണ്? 4ാമത്തെ വാക്യത്തിൽ നോക്കിക്കേ. ന്യായാസനങ്ങളെ കണ്ടു, അവിടെ ഇരിക്കുന്ന ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അവന്റെ മുദ്രകഴുത്തരുമായ അവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് യേശുവിനോട് കൊണ്ടാണ്. ഇവർ മാത്രം കേട്ടോ. ഈ ഭൂമിയിൽ മരിച്ചുപോയ എല്ലാ വിശുദ്ധന്മാരുടെയും കഥയല്ല. ആദ്യത്തെ റിവോൾട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വെളിപ്പാട് പുസ്തകത്തിൽ യഹൂദന്റെ ആലയത്തിന് നേരെ സംഭവിച്ച മഹാവിപത്ത്, ആ വിപത്തിൽ കർത്താവിന്റെ ജനം വളരെ കഠിനമായ ശോധനകളിലൂടെ പോകേണ്ടി വന്നു. മൃഗം അവരെ ഉപദ്രവിച്ചു. ഈ റിവോൾട്ടിന്റെ ഭാഗമായിട്ടല്ല, അല്ലാതെ തന്നെ ക്രിസ്തീയ സമൂഹത്തെ റോമൻ ഗവൺമെന്റ് ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇവിടെ നടന്ന യുദ്ധവുമായി ക്രിസ്ത്യാനികൾക്ക് പങ്കില്ല. ഒറ്റ പോയിന്റ് ഞാൻ പറയാം. ക്രിസ്ത്യാനികൾക്ക് ഇവിടെ നടന്ന ഈ യെരുശലേമിന്റെ ഡിസ്ട്രക്ഷനുമായി പങ്കില്ല. ആദ്യത്തെ മൃഗം ഒരിക്കലും ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നതല്ല, റോമിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ്. പിന്നെ അവർ ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിന് വരാൻ മടിച്ചവരെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കാരണം ക്രിസ്ത്യാനികൾ ആരും തന്നെ യുദ്ധത്തിന് പുറപ്പെടത്തില്ല, അവർ സമാധാനകാംക്ഷിയാണ്. എന്നാൽ രണ്ടാമത്തെ മൃഗമാണ്, എല്ലാവരും കേൾക്കണം, രണ്ടാമത്തെ മൃഗമാണ് വിശുദ്ധന്മാരെ ആക്രമിക്കുന്നത്. അത് റോമാണ്. കൈസർ, സീസർ, നീറോ ചക്രവർത്തി ഉപദ്രവിച്ച നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെടുന്നത്. ആ ഉപദ്രവവുമായി യഹൂദന് ബന്ധമില്ല. കാരണം യഹൂദന് മുദ്രയേൽക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ല. എവിടെ മുദ്രയേൽക്കാത്തതും യഹൂദനും വണങ്ങത്തില്ല കേട്ടോ, യഹൂദനും അവരെ വണങ്ങത്തില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഉപദ്രവം സഹിക്കേണ്ടി വന്നത് ക്രിസ്തു ശിഷ്യന്മാർക്കാണ്. ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തവും ദൈവവചന നിമിത്തവും തല ഛേദിക്കപ്പെട്ടവർ, മുദ്രയേൽക്കാത്തതിനാൽ പ്രതിമയെ വണങ്ങാത്തതിനാൽ കൊല്ലപ്പെട്ടവർ, അവരാണ് റിസറക്റ്റഡ് ആയി യേശുവിനോടൊപ്പം വാഴുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയോ? ഇവിടെ ഒരുപാട് വാക്കുണ്ട്, 1-ാം പുനരുത്ഥാനം 2-ാം പുനരുത്ഥാനം എന്നൊക്കെ ഉണ്ട്. അതെല്ലാം തൽക്കാലം ഞാൻ തൊടുന്നില്ല, മുദ്ര വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഗഹനമായിട്ട് പറയേണ്ടതുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞില്ല, റിസറക്ഷൻ എന്ന പഠനത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ നമ്മളത് മനസ്സിലാക്കിക്കാനേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ കോൺസെപ്റ്റില് റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കോൺസെപ്റ്റിലെ റിസറക്ഷൻ, ഇത് ഞാൻ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ എല്ലാവരുടെയും ചിന്തയിലെ റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആള് ആ ശരീരത്തോട് ഉയർത്തുന്നു, അങ്ങനല്ല എല്ലാവരും വിശ്വസിക്കുന്നത്. ഒരു ശരീരം തളർന്ന് പക്ഷപാത രോഗിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയ ആ ആൾ എഴുന്നേറ്റ് വരുമ്പോൾ അതേ പക്ഷപാത രോഗിയായിട്ട് അതേ ശരീരത്തോടുകൂടെ ആ ഒരു ബലഹീനമായ കയ്യോടും കാലിനോടും കൂടെ എഴുന്നേറ്റ് വന്ന പുള്ളി എന്തിനാ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം. അവിടെ ദൈവവചനം പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കലും നമ്മുടെ ശരീരം അങ്ങോട്ട് പോയി ശരീരമല്ല തിരിച്ചു വരുന്നത്. ദ്രവത്വമുള്ളത് വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വമായത് ഉയർക്കുന്നു. സ്തോത്രം. ബലഹീനമായത് വിതയ്ക്കപ്പെടുന്നു, ബലമുള്ളത് ഉയർക്കുന്നു.
മണ്ണിൽ ലയിച്ചു പോകുന്നതാണ് വിതയ്ക്കുന്നത്, പക്ഷെ ഒരിക്കലും ലയിച്ചു പോകാത്തതാണ് ഉയർത്തു വരുന്നത്. ആത്മശരീരം ഉയർത്തു വരുന്നതാണ്. പക്ഷെ ഇത് ഒരു വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ആത്മീകമായ റിസറക്ഷനാ സംഭവിക്കാൻ പോകുന്നു. സ്തോത്രം. ഒരു ദൈവബദൽ ബലഹീനനായി ക്യാൻസർ വന്ന് ശരീരം മൊത്തം ഉണങ്ങി ചത്ത് മണ്ണി കൊണ്ട് കുഴിച്ചിട്ടു. ഉയർക്കുമ്പോൾ അവൻ ആ ഓഞ്ഞിരിക്കുന്ന ആ സ്കെൽറ്റൺ ആണോ എഴുന്നേറ്റ് വരുന്നത്? നോ. ആ ആള് തിരിച്ചു വരുമ്പോൾ ആത്മശരീരത്തോടാണ് ഉയർത്തു വരുന്നത്. അപ്പോൾ റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാപ്പൻ, സ്പിരിച്വൽ റിസറക്ഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ റിസീവിങ്. ഏത് ബോഡിയെ റിസീവ് ചെയ്യുന്നത്? മണ്ണിൽ പോയ ഈ അഴുകിപ്പോകുന്ന ശരീരമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്വർഗ ശരീരത്തെയാണ് റിസീവ് ചെയ്യാൻ പോകുന്നത്. ആമേൻ. പക്ഷെ ഇത് നമുക്ക് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിഷയം. കാരണം എന്താ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ശരീരം തന്നെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടെന്ന് അറിയാമോ? ശരീരം തന്നെ തിരിച്ചു വന്ന് നരകത്തിലിട്ട് വറക്കണ്ടേ? ആത്മശരീരത്തെ വറക്കാൻ പറ്റുമോ? അപ്പൊ ഈ വറക്കൽ മിനിസ്ട്രിക്ക് വേണ്ടിയാണ് നമ്മൾ ആളുകൾ ശരീരത്തെ കൊണ്ടുപോയി വീണ്ടും അപ്പൊ ശരീരമല്ല ഈ ശരീരം പോകുന്നു. അതിന് പകരം സ്വർഗ ശരീരമാണ് അവിടെ നിന്ന്, ആ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അത്രയും ഭാഗം ഞാൻ അവിടെയും പറഞ്ഞു വിടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടി തന്നെ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വെക്കുക. കൺഫ്യൂഷൻ വരുമ്പോൾ തെറ്റിദ്ധരിച്ച് ഓടണ്ട. അവിടെ നിന്ന് ചിന്തിക്കാനായി നിങ്ങൾ പ്രാപ്തിയുള്ളവരായി മാറണമെന്ന് ഓർമ്മിപ്പിക്കും. ഞാൻ പോകുന്നു, അടുത്ത ഭാഗത്തേക്ക് പോകും. ഇവിടെ 1000 ആണ്ട് വാഴ്ച, 1000 ആണ്ട് വാഴുന്നു. ഞാൻ പിന്നെ പറഞ്ഞ 1000 ആണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു 1000 വർഷം എന്നൊരർത്ഥമല്ല. ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ സ്നേഹിക്കുന്നവന് 1000 തലമുറ ദയ കാണിക്കും. എത്ര? 1000 തലമുറ. എന്നെ വിരോധിക്കുന്നവനോ 4 തലമുറ ഞാൻ പകരം ചോദിക്കും. അത് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ? എന്താ കൺഫ്യൂഷൻ? അപ്പൊ ഞാൻ നന്മ കാണിച്ചു, എനിക്ക് 1000 തലമുറ ദൈവം കരുണ കാണിക്കും. അപ്പൊ എന്റെ ഒരു 4-5 തലമുറ കഴിഞ്ഞപ്പോൾ ഒരുത്തൻ കുരുത്തക്കേട് കാണിച്ചാൽ ഈ 1000 തലമുറ വരെ നീണ്ടു നിൽക്കും. പിടികിട്ടിയ? 4ാമത്തെ തലമുറ കഴിഞ്ഞ് 5 തലമുറ അഥവാ 5ാം തലമുറക്കാർ ദൈവത്തോട് വെറുപ്പ് കാണിച്ചു. ദൈവത്തിന് എന്നോടെടുത്ത തീരുമാനം ആ 5 മുതൽ അങ്ങോട്ട് തുടരാൻ പറ്റും. അതിന്റെ അർത്ഥം എന്നറിയാമോ? 1000 തലമുറ ദയ കാണിക്കുമെന്ന് പറഞ്ഞാൽ 1000 തലമുറ വരെ ഇങ്ങനെ ദയ കാണിച്ചുകൊണ്ടിരിക്കുന്നല്ല. ആ ദയ ദീർഘമായിരിക്കുന്ന, അതായത് ലിമിറ്റ്ലെസ് ആയിട്ട് അളവ് കൂടാത്ത, അത് ഒരു പരിധിക്കപ്പുറത്ത്, അങ്ങനെ വേണേൽ പറയാം. അതായത് ഒരിക്കലും അൺലിമിറ്റഡ് ആയിട്ടുള്ള ദയ കാണിക്കുന്നതല്ല. ഇത്ര കാലമെന്നല്ല. പക്ഷെ കുറ്റം ചെയ്യുന്നവന്റെ 4 തലമുറ, അത് കറക്റ്റ് പെർമനന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പറഞ്ഞ് വെച്ചിരിക്കുക. പക്ഷെ ദയ കാണിക്കുമ്പോൾ അൺലിമിറ്റഡ് എന്നുള്ള അർത്ഥം. ഇപ്പം 1000 എന്ന് പറയുമ്പോൾ ഉടനെ ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് 1000 എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു 10 നൂറ്റാണ്ടല്ല. ഒരു 10 നൂറ്റാണ്ടൊക്കെ യേശു ഭൂമി അങ്ങോട്ട് ഭരിക്കുക. നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയേ, അന്ന് യെരുശലേമിൽ ഇരുന്ന് നമ്മൾ ഭരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ ക്രിസ്ത്യാനികൾ ചിന്തിച്ചു വെച്ചിരിക്കുക, ഞാൻ യെരുശലേമിൽ ഇരുന്ന് ഭരിക്കും. യെരുശലേമിൽ ഇരുന്ന് ഭരിക്കും, ശരി, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് അന്നേരം ഏത് ശരീരം? ഉയർപ്പിന്റെ ശരീരമല്ലേ? ഏഞ്ചൽ പോലല്ലേ? അഴണോ? അതൊക്കെ നല്ല രസമുള്ള കഥ. പക്ഷെ ചോദിക്കരുത്, കഥയിൽ കാര്യമില്ലല്ലോ. വിട്ടേ. കാലം പല കഴിഞ്ഞു. ഞാൻ ആ ഭാഗത്തേക്ക് വിടുകയാണ്. അടുത്തൊരു പ്രധാന പോയിന്റിലേക്ക് പോയിട്ട് നിർത്തണം. ഈ 1000 ആണ്ട് കഴിഞ്ഞു. 1000 ആണ്ടിലേക്ക് ശ്രദ്ധിക്കണം. ഇവിടുത്തെ വാക്യം അനുസരിച്ച് 1000 ആണ്ട് ചെങ്ങലക്കകത്തിട്ടിരിക്കുന്നു. ആ 1000 ആണ്ട് വാഴ്ച നടത്തുന്നു. ആ വാഴ്ചയെ കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്, പുനരുജ്ജനനത്തിൽ നിങ്ങൾ എന്നോടുകൂടെ സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രത്തെ 12 ന്യായം വിധിക്കും. ഇസ്രായേൽ ഗോത്രത്തിന്റെ 12 ന്യായവിധി എപ്പോൾ നടന്നു? പൂർണ്ണമായ ന്യായവിധി വരാൻ പോകുന്നതോട് ശ്രദ്ധിക്കുക. 11 ലക്ഷം ആളുകൾ ആദ്യത്തെ റിവോൾട്ടിൽ കൊല്ലപ്പെട്ടു. ഇനി രണ്ടാമതൊരു യുദ്ധത്തെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ അഴിച്ചുവിടുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് 2 യുദ്ധങ്ങളാണ് പറയുന്നത്, മനസ്സിലാക്കണം. ആ 2 യുദ്ധത്തിനിടയ്ക്കാണ് 1000 ആണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം 1000 ആണ്ട് ഇപ്പോഴാണ് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ആദ്യത്തെ യുദ്ധം നടന്നു, സാത്താനെ പിടിച്ച് ചെങ്ങലക്കകത്തിട്ടു,
കർത്താവ് വാഴാൻ തുടങ്ങി. ആ വാഴുന്നതിന് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നു. ആ വാഴ്ച കഴിഞ്ഞ ശേഷം സാത്താനെ അഴിച്ചുവിടുന്നു. ഏതാ? നമ്മുടെ സാത്താനെ അഴിച്ചുവിടുന്നു. അങ്ങേര് 4 ദിക്കിലുമുള്ള ജാതികളായി കടൽക്കരത്തെ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും. ഈ ഗോഗ് മഗോഗ് ആരാന്ന് മനസ്സിലാക്കാൻ എസെക്കിയേൽ പ്രവചനം 38-38 അധ്യായം 39 അധ്യായം 2 അധ്യായങ്ങൾ വായിച്ചാൽ അവിടെയാണ് നമ്മൾ ഗോഗിനെയും മഗോഗിനെയും കാണുന്നത്. ഈ ഗോഗിന്റെ മഗോഗിന്റെയും കൂട്ടത്തിലുള്ള ആളുകളെ, ഇതിനകത്ത് ഒരു പോയിന്റ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ശ്രദ്ധിക്കണേ. ഭൂമിയുടെ 4 ദിക്ക്, ഭൂമി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ അറിയാമോ? നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 19 സ്ഥലത്ത് ഭൂമി എന്നുണ്ട്. ആ 19 സ്ഥലത്തെ ഭൂമിയുടെ അർത്ഥം ലാൻഡ് എന്നാണ്, ദേശം. നെബുലൂൻ ദേശം കേട്ടിട്ടില്ലേ? നഫ്താലി ദേശം, ആ ദേശത്തിന് എഴുതിയിരിക്കുന്ന പദം തന്നെയാണ് ഇവിടെ ഭൂമിക്ക് എഴുതിയിരിക്കുന്നത്, ദേശം എന്നാണ്. ഈ സാത്താനെ അഴിച്ചുവിട്ടപ്പോ ഇവൻ എവിടെ പോവാ? ഇവൻ നേരെ ദേശത്തിന്റെ 4 ദിക്കിലും പോയി. എന്ന് പറയാൻ യെരുശലേമിന്റെ 4 ദേശത്ത് ചുറ്റും പോയി, ആ നാടിൽ പോയി ജാതികളെ എല്ലാം കൂടെ കൂട്ടുക, ഗോഗ് മഗോഗിനെ പോലെ. ഗോഗ് മഗോഗിന്റെ കൂട്ടാളികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് എസെക്കിയേലിന്റെ പ്രവചനം 38 അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. മഹാസമൂഹത്തെ അവരോട് ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ, കൂഷ്യർ, പൂത്യർ, ഗോമർ, പിന്നെ തൊഗർമ ഗ്രഹം, ഇങ്ങനെ 5 തരത്തിലെ ജാതികളുണ്ട്. നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കും. ഗോഗ് മഗോഗ് 38 അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇത് വായിക്കാം. അവിടെ ഗോഗിനോടും മഗോഗിനോടും കൂടെ പൂത്യർ, തൊഗർമാഗ്രഹം, പോർഷ്യസ്, ആരൊക്കെയാ? കൂശ്യര്, പൂത്യര്, ഗോമേറ്, പാർസികള്, എങ്ങനെ തുടങ്ങുന്ന 5 വിധ ആളുകളോട് ഒരുമിക്കുകയാണ് ഗോഗ് മഗോഗ് എന്ന് പറയുന്ന ആള്. ഈ ഗോഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ തുർക്കിയും കസാക്കിസ്ഥാനും ഒക്കെ, നമ്മുടെ റഷ്യയോടൊക്കെ അടുത്ത് നിൽക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഈ റഷ്യ യുദ്ധത്തിന് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഫ്യൂച്ചർവാദികള് ഇത് വിശദീകരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അങ്ങനെ അല്ല. ഇവനെ അഴിച്ചുവിട, ആരെ അഴിച്ചുവിടുന്നത്? നമ്മുടെ പഴയ കുറെ മൃഗം ഉണ്ടല്ലോ, കുറെ എണ്ണത്തെ തീർത്തു, ബാക്കി കുറച്ച് കക്ഷികള് അവരുടെ ആധിപത്യം കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദാനിയേലിന്റെ പ്രവചനത്തിൽ. ആ കക്ഷികളെ എന്ത് ചെയ്യുക? അഴിച്ചുവിടുക. അദ്ദേഹം വീണ്ടും വീണ്ടും പുനർജനിക്കുക. ഇനി ശ്രദ്ധിക്കണം, ഇനി അടുത്ത് കഴിഞ്ഞാൽ അടുത്ത റിവോൾട്ട് ആരംഭിക്കാൻ പോകും. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ ആളുകൾ വന്നിട്ട് എവിടെയാണ് വളയുന്നത്? എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇവര് വന്നിട്ട് ഭൂമിയിൽ പരക്കെ ചെന്ന് ഇതൊക്കെ വായിച്ചു നോക്ക്. വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും, ഭൂമിയുടെ വിശുദ്ധന്മാരുടെ നഗരം എന്ന് പറഞ്ഞാൽ യെരുശലേം, പ്രിയ നഗരം എന്ന് പറഞ്ഞാൽ യെരുശലേം. യെരുശലേമിനെയും പ്രിയ നഗരത്തെയും വളയാൻ ഭൂമിയിൽ പരക്കെ ചെല്ലണം. എഴുത്ത് നിങ്ങൾ വായിച്ചു നോക്കും. ഭൂമി മൊത്തം, ആഫ്രിക്ക, അന്റാർട്ടിക്ക, അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ പടർന്ന് അങ്ങോട്ട് ചെന്നിട്ട് എന്തിനാ? വിശുദ്ധ നഗരത്തെ വളയാൻ. വിശുദ്ധ നഗരത്തെ വളയാൻ ഭൂമി മൊത്തം പടരണം. പടരണ്ട. വിശുദ്ധ നഗരത്തെ വളരാൻ വിശുദ്ധ നഗരത്തിന്റെ ദേശം മൊത്തം പടർന്നാൽ പോലെ. അവിടെ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ലാൻഡ് എന്നാണ്. ഞാനത് മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ലാൻഡ്, അവരുടെ ദേശം മൊത്തം പടർന്നു ഈ സൈന്യം. അങ്ങനെ രണ്ടാമത്തെ ഒരു യുദ്ധം ഇവിടെ ആരംഭിക്കാൻ പോവാം. ഈ വന്ന കക്ഷികൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനിടയ്ക്ക് വെച്ച് വിശുദ്ധന്മാരെ ആക്രമിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വീണ്ടും പ്രോസിക്യൂഷൻസ് ആരംഭിക്കുന്നുണ്ട്. ബിലവഡ് സിറ്റി സറൗണ്ടഡ് ക്യാമ്പ്സ് ഓഫ് ദ സെയിൻസ് ആണ്. വിശുദ്ധന്മാരുടെ സെയിൻസിന്റെ ഒരു ക്യാമ്പിനെ അറ്റാക്ക് ചെയ്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഈ ആദിമ സഭ, അതായത് AD 70 എല്ലാ യഹൂദന്മാരെയും ചിതറിച്ചടന്നു. ഒറ്റ യഹൂദനെ ഇസ്രായേലിൽ റോം നിർത്തിയില്ല, മൊത്തത്തിനും ചിതറി ഓടിപ്പിച്ചടന്നു. എന്നിട്ട് ആണ്ടിൽ ഒരിക്കലെങ്കിലും മാത്രം ഒരാൾക്കോ വന്ന് അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഒരു അനുവാദം കൊടുത്തതല്ല. അത് ഒറ്റ യഹൂദനെ എന്ത് ചെയ്തില്ല? യെരുശലേമിൽ അടുപ്പിച്ചില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ പെല്ലാ കൊടുമുടിയിൽ താമസിച്ചിരുന്ന ക്രിസ്ത്യാനികൾ, യേശുക്രിസ്തുവിന്റെ കസിൻ ബ്രദറായ ഷിമിയോൻ, യേശുക്രിസ്തുവിന്റെ കസിൻ, ക്ലയോഭാവിന്റെ പുത്രനായ ഷിമിയോന്റെ നേതൃത്വത്തിൽ അവര് എവിടേക്ക് വന്നു? യെരുശലേമിലേക്ക് തിരിച്ചു വന്നു.
യെരുശലേമിലേക്ക് തിരിച്ചു വന്ന് അവർ പണ്ട് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം അവർ കൂടി വന്നിരുന്ന ശിഷ്യന്മാർ മാത്രം കൂടുതൽ സ്ഥലമായിരുന്നു അപ്പർ റൂം, മാളിക മുറി. ആ മാളിക മുറി അവിടെ നോക്കിയപ്പോൾ അത് പൊളിഞ്ഞു പോയിരുന്നു. ഇവർ ക്രിസ്ത്യാനികൾ വന്ന് ആദ്യമായിട്ട് പണിതത് മാളിക മുറി പണിതു. ക്രിസ്ത്യാനികൾ അവർക്ക് ആരാധിക്കാനും കൂടാനും വേണ്ടിയുള്ള ഒരു മാളിക മുറി, പഴയ ആ സ്ഥലത്ത് അവരൊരു മാളിക മുറി പണിതു. ഇവിടെ ആ സംഭവം നടക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഹിസ്റ്റോറിയൻ എഴുതി വെച്ചിങ്ങനെയാണ്, ഏകദേശം ഇത് കുറെ കഴിഞ്ഞപ്പോൾ എത്ര സമയം, ഏകദേശം 60 വർഷം കഴിഞ്ഞു. AD 130 അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ സാത്താനെ ബന്ധിക്കുന്ന യുദ്ധം നടക്കാൻ പോകുന്നത് AD 130. ഈ AD 130 ആകുമ്പോഴേക്കും അനദർ early Christian chronicle, Alexander the Monk, writing probably around the middle of the 9th century, says when Hadrian എന്ന് പറയുന്ന റോമൻ രാജാവ് went to the holy city and saw in it ruins. അദ്ദേഹം എന്ത് ചെയ്തു, ഹഡ്രിയന് ഇവിടെ വന്നു. ഹഡ്രിയൻ ഭരിച്ചത് 117 117 മുതൽ 138 കാലഘട്ടത്തിൽ. അദ്ദേഹം യെരുശലേമിൽ വന്നു, ഈ നാട് നശിച്ചിരിക്കുന്നത് കണ്ടു. എക്സെപ്റ്റ് ഫോർ വൺ സ്മോൾ ക്രിസ്ത്യൻ ചർച്ച്, ഒരു കൊച്ചു ക്രിസ്തീയ സഭ ഒഴിച്ച് ബാക്കി മുഴുവൻ നശിച്ചിരിക്കുക. അതേതാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെല്ലായിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ പണിത ഒരു കൊച്ചു ബിൽഡിംഗ് ഉണ്ട്, അത് മാത്രം നശിച്ചില്ല, ബാക്കി മുഴുവൻ തകർന്നു കിടക്കുന്നത് ഹഡ്രിയൻ കണ്ടു. He gave order that the old city be rebuilt. ഈ ഓൾഡ് സിറ്റിയെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം റോമൻ കൽപ്പന കൊടുത്തു. ആൻഡ് സേവ് ഫോർ ദ ടെമ്പിൾ, അതായത് ആലയം പണിയേണ്ട, ബാക്കി പട്ടണം മൊത്തം പണിയണം. When the Jews heard of this, they streamed there from every direction, and before long the old city was rebuilt. ആ മുഴുവൻ സിറ്റിയും പണിയുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം യഹൂദന്മാർ ദേശത്തുള്ള മൊത്തം അറിഞ്ഞു. ഇവരെല്ലാം കൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെതറപ്പെട്ടവരെല്ലാം കൂടെ ഇവിടേക്ക് വരാൻ തുടങ്ങി. But once again the evil spirit entered into them and agitated them, and they rebelled against Rome. പിടികിട്ടുന്ന നിങ്ങൾക്ക് ഇവന്മാർ വന്നുകൂടുമ്പോ ഇവന്മാരുടെ അകത്ത് വീണ്ടും ഇതേ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് ഇവന്മാരുടെ അകത്ത് കയറി വീണ്ടും റോമിനെതിരെ ശക്തമായ നിലയിൽ റിവോൾട്ട് ആരംഭിച്ചു. ഇത് AD 130. ഇത് രണ്ടാമത്, അതാണ് വെളിപ്പാട് പുസ്തകത്തിലെ സാത്താനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാണ്. ഈ സാത്താനെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്തിരുന്ന ആളിന്റെ പേര് ഷിമിയോൻ ബർ ഖോബ എന്നാണ്. കേൾക്കുന്നുണ്ടോ? ഷിമിയോൻ ബർ ഖോബ. ഷിമിയോൻ ബർ ഖോബ എന്ന് പറയുന്ന ഒരാൾ, ഇദ്ദേഹത്തെ ഷിമിയോൻ ബർ ഖോബ എന്ന് പറയുന്ന ആളിനെ അന്നത്തെ റബിമാർ, a century after the death of Jesus another man appeared. ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു റബനിക് ലിറ്ററേച്ചർ എഴുതിയത്. സൈമൺ ബർ കോക്ബ, who openly claimed to be Messiah. He was a zealot, zealous movement in all, and most of the Pharisee leaders did not admit his claim, but the greatest of them at the time, Rabbi Akiba എന്ന് പറയുന്ന റബി publicly hailed him as the Messiah. ഈ റബി പബ്ലിക്കലി അനൗൺസ് ചെയ്തു, ഇദ്ദേഹമാണ് വരുവാനുള്ള മശിഹ, ഷിമിയോൻ ബാർ കോക്ബ. ഇദ്ദേഹം ഒരു സെലറ്റ് ആയിരുന്നു. സെലറ്റ് ആരാ? ആ പഴയ മൃഗം പോയില്ലേ, സാത്താൻ, അവനാണ്, ഈ കക്ഷിയാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യഹൂദന്മാര് ഒരുമിച്ച് കൂടാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, അന്നത്തെ കാലത്ത് ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഷിമിയോൻ ബർ കോക്ബായുടെ നേതൃത്വത്തിൽ റോമിനെതിരെ റിവോൾട്ട് തുടങ്ങി. റോമിന്റെ ജനറലായിരുന്ന ഹാഡ്രിയൻ, ജൂലിയസ് സെർവസ് എന്ന് പറയുന്ന ഗവർണറുമാക്കെ ചേർന്ന് വലിയൊരു സൈന്യത്തെ വീണ്ടും യെരുശലേമിന് നേരെ യുദ്ധത്തിന് അയച്ചു. പിടികിട്ടുന്ന AD 70 രൂപമാരെ നാമാവിശേഷമാക്കിയതാ. 60 വർഷം കഴിഞ്ഞു, വീണ്ടും ഈ മൃഗത്തെ അഴിച്ചുവിട്ടു, ജാതികളെ തെറ്റിച്ചു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടി. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഏകദേശം 3.5 ലക്ഷം കാലാൾപ്പട ഉണ്ടായിരുന്നു. 3.5 ലക്ഷം. അതായത് അന്ന് റോമിനുണ്ടായിരുന്നതിന്റെ അത്രയും ഏറെക്കുറെ കാലാൾപ്പട സൈമൺ ബാർ കോക്ബായുടെ കയ്യിലുണ്ടായിരുന്നു.
അദ്ദേഹത്തെ മശിഹയായിട്ടാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഇസ്രായേലിന്റെ വിമോചകനാണ് എന്ന് പറഞ്ഞ് അവർ വിശ്വസിച്ചിരുന്നു. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ പേര് റാൻഡൽ പ്രൈസ് എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ദ കമ്മിങ് ലാസ്റ്റ് ഡേയ്സ് ടെമ്പിൾ എന്ന് പറയും. ആ പുസ്തകത്തിനകത്ത് ആർക്കിയോളജിക്കൽ സ്റ്റഡി നടന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സൈമൺ ബർക്കോക്ബായുടെ നേതൃത്വത്തിൽ ജെറുസലേമിൽ ഒരു ആലയം പണിതിരുന്നു. അതിനെക്കുറിച്ച് റിസോഴ്സ് ഞാൻ വായിക്കാം. അതായത് ശ്രദ്ധിക്കണേ, ഈ AD 70 പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം മഷികയല്ലേ, മഷിക വന്ന് ആലയം പണിയുണ്ട്. ഇദ്ദേഹം ആലയം പണിതിരുന്നതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ്: എ പാസേജ് ഇൻ ദ സിബിലിൻ ഒറാക്കിൾസ് മേ സജസ്റ്റ് ദിസ് പോസിബിലിറ്റി. അതായത് ഇങ്ങനെ ഒരു ആലയം അവിടെ ഉണ്ട് എന്നതിന്റെ ഇതൊരു ആർക്കിയോളജിക്കൽ ആർച്ചീവാണ് കേട്ടോ. എ മിഡ്രാഷ് എക്സഡസ് റബ്ബ 51:5 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹഡ്രിയൻ entered the holy of holies. അതായത് ഈ സൈമൺ ബർക്കോബ ഉണ്ടാക്കിയ ആലയം, അതായത് ഈ ആലയം ഒഴിച്ച് ബാക്കി മൊത്തം പണിയാനാണ് ഹഡ്രിയൻ എന്ന് പറഞ്ഞ റോമൻ ഗവർണർ പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം മഷിക വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ആലയം അവിടെ പണിതു. ആ ആലയത്തിന്റെ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് ഹഡ്രിയൻ എൻറ്റർ ചെയ്തു എന്ന് ഒരു മിഡ്രാഷ് റബ്ബ സൂചിപ്പിക്കുന്നു. ദ 7th century Byzantine historian known as the Chronicum Poskale records that Hadrian tore down the temple of Jews in Jerusalem. ഇതൊരു എനിക്ക് സത്യം പറഞ്ഞ ഒരു പുതിയ അറിവായിരുന്നു. ഈ ഹഡ്രിയൻ അങ്ങേര്, അതായത് ഈ സൈമൺ ബർക്കോബായും ഗ്രൂപ്പും പണിത ആലയത്തെ ഇടിച്ചു പൊളിച്ചു കളഞ്ഞു in his history of the Jews. The 4th century Roman Emperor Julian, in his fragment of the letters to the priest in AD 362, records, what have they, the Jews, to say about their one temple which was overthrown 3 times? 3 times ഇല്ല, 2 ടൈമേ ഉള്ളൂ. ഒന്ന് ഏതാ? നമ്മുടെ ശലോമോന്റെ, 2 ഹെറോദാവിന്റെ. മൂന്നാമെന്ന് എഴുതിയിരിക്കുന്നു ഹിസ്റ്റോറി എഴുതി 3 times and even now it is not raised up again. അവിടെ വെച്ച് വീണ്ടും പണിയപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. കോയിൻ മിൻഡ് ബൈ ബർക്കോബ bear an image of the holy temple. അതായത് ബർക്കോബയുടെ പേരിലുള്ള കോയിൻസുകൾ അവിടെ നിന്ന് എടുക്കപ്പെട്ടു. അതിനകത്ത് അദ്ദേഹം ദൈവാലയത്തെ ഹോൾഡ് ചെയ്യുന്നതായ unusual practice of Jews in the temple had not existed. Evidence of the resumptions of the sacrificial systems following the second temple. അവിടെ വീണ്ടും മൃഗബലി ആരംഭിച്ചതിനെ കുറിച്ച് വന്നു. ആർക്കിയോളജിക്കൽ മെഷർമെന്റ്സ് ഓഫ് ദ എലിവേറ്റഡ് പ്ലാറ്റ്ഫോം അപ്പോൺ വിച്ച് ദ ഡോം ഓഫ് റോക്ക്, ഇന്ന് സംഭവം ഇരിക്കുന്നുണ്ടല്ലോ അലാസ്ക, ഡോം ഓഫ് റോക്ക് ആർ സെഡ് ടു ബി ഇൻഡിക്കേറ്റഡ് ഡയമെൻഷൻ commensurate with the messianic temple of Ezekiel rather than the dimension of the second temple. ഇവന്മാർ ഇപ്പോൾ ഒരു സാധനം ഉണ്ടാക്കി ചെയ്തത് ആ രീതിയിൽ സംഭവം ഉണ്ടാക്കിയത് സൈമൺ ബർക്കോബയാണ്. ആ ഡൂം ഓഫ് റോക്കിന്റെ മുകളിൽ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. Since Barkoba was proclaimed as the Messiah and Messiah was expected to build the Ezekiel temple, then perhaps the platform is the remain of the temple of Bar-Kokhba, temple of Bar-Kokhba എന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്നു. അത് ഹഡ്രിയൻ പൊളിച്ചു കളഞ്ഞു എന്നുള്ളൊരു പഠനം ആർക്കിയോളജിക്കൽ സ്റ്റഡി നടത്തുന്ന റാൻഡൽ പ്രൈസ് അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ കമ്മിങ് ലാസ്റ്റ് ഡേയ്സ് ടെമ്പിൾ എന്ന പുസ്തകത്തിനകത്ത് ഈ സൂചനകൾ തരികയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇവിടെയാണ് കഥകൾ കിടക്കുന്നത്. അപ്പം AD 70 തകർത്തു. 2 ഗ്രൂപ്പിനെ, കള്ളപ്രവാചകനെയും മൃഗത്തെയും എന്ത് ചെയ്തു? തീപ്പയിലിട്ടു. സർപ്പത്തെ അല്ലെങ്കിൽ പാമ്പിനെ അല്ലെങ്കിൽ സാത്താനെ ബന്ധിച്ചു. കുറച്ചു കാലം, അതായത് 1000 ആണ്ട് കഴിഞ്ഞപ്പോൾ അഴിച്ചുവിട്ടു. അഴിച്ചുവിട്ടവ വീണ്ടും ജാതികളെ, അത് ഗോഗ് മഗോഗിനെ കൂട്ടി. എവിടെ തന്നെ വരിക? പ്രിയ നഗരത്തെ വളയുക. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ശ്രദ്ധിച്ചതൊന്നും നമ്മുടെ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അമേരിക്കയിലോ യൂറോപ്പിലോ നടക്കുന്ന കാര്യമല്ല. വിശുദ്ധന്മാരുടെ പാളയം. കാരണം അന്ന് യഹൂദ നാട്ടിൽ താമസിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. കാരണം യേശു ക്രിസ്തുവും അവന്റെ ശിഷ്യന്മാരും മാത്രം അവിടെ ഭരണം നടത്തുന്നു പറഞ്ഞാൽ ഈ ആ വാഴ്ചയുടെ കാലഘട്ടത്തിൽ ആ 60 വർഷം യെരുശലേമിന്റെ കേന്ദ്രത്തിൽ ആര് ഭരിക്കുക? ക്രിസ്തു ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ വിശുദ്ധന്മാരുടെ ക്യാമ്പിനെയും പ്രിയ നഗരത്തെയും ആര് വളയുക? നമ്മുടെ സൈന്യം. ആരുടെ നേതൃത്വത്തിൽ? സൈമൺ ബർക്കോഖ്ബയുടെ നേതൃത്വത്തിൽ വരുന്നു. അതിനെ അടിച്ചമർത്തുവാനായി ജൂലിയസ് സർവീസ് എന്ന് പറയുന്ന ആളിന് നിയന്ത്രണത്തിൽ ഹർഡിയൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി സൈന്യത്തെ അയക്കുന്നു. ഭയങ്കര യുദ്ധം നടക്കുന്നു. 5,80,000 പേര് കൊല്ലപ്പെട്ടു. AD 130 മുതൽ 132 വരെ നീണ്ടുനിന്ന
2 വർഷത്തെ റിവോൾട്ട്. ഇതാണ് ദ ലാസ്റ്റ് റിവോൾട്ട്. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർ. ഇത് സംഭവിച്ചു. ആ കാലഘട്ടത്തിലാണ് എന്നേക്കുമായിട്ട് ഈ സെലറ്റ്സിനെ, ഈ പാമ്പിനെ, ഈ വഞ്ചിക്കുന്ന പിശാചിനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. ആ ജനതയെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുറച്ചെങ്കിലും മനസ്സിലായെങ്കിൽ, ഇത്രയോട് പറഞ്ഞത്. ആദ്യത്തെ യുദ്ധം AD 70 മുതൽ 73 അവസാനിച്ചു. മസാദ കുന്നിന്റെ മുകളിലുള്ള അല്ലെങ്കിൽ ആ പോർട്ടിലുള്ള അവസാനത്തെ സിക്കാരിയെ അവസാനിപ്പിച്ച ആദ്യത്തെ റിവോൾട്ട് തീർന്നു. അതിനുശേഷമാണ് ആദ്യത്തെ ആ റിവോൾട്ടിൽ മൃഗത്തിന്റെ മുദ്രയേൽക്കാത്തവരെ കൊന്നുകളഞ്ഞ ആ ആളുകൾ എഴുന്നേറ്റ് നിന്ന് വാഴുന്നു. അതിനുശേഷമുള്ള 60 വർഷം യെരുശലേമും സമീപദേശവും ക്രിസ്ത്യാനികൾ പെരുകുകയാണ്. 1000-ആയി 10,000-ആയി പെരുകി. ക്രിസ്തീയ സമൂഹത്തിന്റെ ഏറ്റവും സുവർണമായ കാലഘട്ടം ഈ കാലഘട്ടമായിരുന്നു. ഒറ്റ യഹൂദനില്ല, ഒരെണ്ണം ദൈവമക്കളെ ഉപദ്രവിക്കാനില്ല. പ്രിയ നഗരം സന്തോഷമായിട്ടിരിക്കുന്നു. വിശുദ്ധന്മാരുടെ ക്യാമ്പിനെ ആക്രമിക്കുവാൻ ദാണ്ടെ വീണ്ടും നമ്മുടെ സൈമൺ ബാർ കോക്ബായുടെ നേതൃത്വത്തിൽ അടുത്ത ഒരു റിവോൾട്ടിന് രംഗം സജ്ജമാകുന്നു. ഇതിനെ അടിച്ചമർത്തുവാനായി റോമിൽ നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് സൈന്യം വരുന്നു. വീണ്ടും ഇവിടെ യുദ്ധം ആരംഭിക്കുന്നു. യഹൂദന്മാരെ മുഴുവൻ ഏകദേശം 5,80,000 എണ്ണത്തെ കൊന്നുമുടിക്കുന്നു. അവിടെയും ക്രിസ്തുവിന്റെ വിശുദ്ധന്മാർക്ക് നേരെ വന്നതിനെ അവിടെ കൊണ്ട് അവസാനിക്കുന്നു. ആ യുദ്ധത്തിൽ സാത്താൻ അല്ലെങ്കിൽ ദ സെലക്ട്സ് മൂവ്മെന്റ്, ആ മൃഗം എന്നേക്കുമായിട്ട് കൊല്ലപ്പെടുകയും ആകാശത്തു നിന്ന് തീ ഇറക്കി അവരെ കൊന്നു എന്ന് പറഞ്ഞാൽ ടോട്ടലി അനിഹിലേറ്റഡ്, ടോട്ടലി ഡിസ്ട്രോയിഡ്. അതിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ദാറ്റ് ഈസ് ദ എൻഡ്. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they destroyed for ever and ever and ever. എന്നേക്കുമായി അവസാനിച്ചു. ചോദ്യം, വെളിപ്പാട് പുസ്തകം 19:17 മുതൽ 20:10 വരെയുള്ള കാലഘട്ടത്തിൽ 2 യുദ്ധങ്ങൾ. ആ 2 യുദ്ധങ്ങളുടെ നടുവിലാണ് 1000 ആണ്ട് വാഴ്ച. ആ 2 യുദ്ധങ്ങളുടെ കാലഘട്ടം, ആദ്യത്തെ യുദ്ധം നടന്ന AD 70, അവസാനത്തിൽ നടന്ന AD 30. ഇതിന് രണ്ടിന് നടുവിലുള്ള 60 വർഷം. ഈ 60 വർഷത്തെയാണ് പ്രൊട്ടിസ്റ്റിക് വ്യൂ അനുസരിച്ച്, ഹിസ്റ്റോറിക്കൽ വ്യൂ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ദി ബിബ്ലിക്കൽ ഹിസ്റ്റോറിക്കൽ വ്യൂ അനുസരിച്ച് ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച എന്ന് മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അന്ന് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയുമെന്നല്ലേ പാസ്റ്ററെ പറഞ്ഞേക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, ചെന്നായ് കുഞ്ഞാടും അങ്ങനെ തന്നെയാണ് മേയുന്നത് ഇപ്പോഴും. കാരണം യേശു ക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞ സുവിശേഷത്തിന്റെ വിരോധികളും സുവിശേഷം ഇഷ്ടപ്പെടാത്ത വ്യക്തികളുടെ നടുവിൽ തന്നെയാണ് ഇന്നും കുഞ്ഞാടുകൾ താമസിക്കുന്നത്. അതുകൊണ്ട് പാമ്പിന്റെ പൊത്തിൽ കൈയിടുക എന്ന് പറയുന്ന ആ മനോഹരമായ കാര്യങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ വിശദീകരണം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ഈ 2 യുദ്ധങ്ങളുടെ നടുവിലുള്ള കാലഘട്ടമാണ് 1000 ആണ്ട് വാഴ്ച എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ആ സംഭവം അത് സമാധാനത്തിന്റെ സമയമായിരുന്നു, ഉപദ്രവമില്ലാത്ത കാലഘട്ടമായിരുന്നു, യഹൂദന്മാരുടെ ഉപദ്രവമില്ലായിരുന്നു, ഒരു സാത്താനും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു, പിശാചില്ല, പിശാചിനെ ബന്ധിച്ച കാലഘട്ടം, യഹൂദന്മാരുടെ ഉപദ്രവമില്ലാത്ത കാലഘട്ടം, യെരുശലേം മുഴുവൻ ക്രിസ്തീയ സമൂഹത്തെ കൊണ്ട് നിറഞ്ഞ കാലഘട്ടം, കർത്താവിന്റെ സഭ ലോകം മുഴുവൻ അതിശക്തിയോടെ വ്യാപരിച്ച കാലഘട്ടം, ഏറ്റവും വലിയ കാലഘട്ടം അതായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ വാഴ്ചകൾ നടക്കുകയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രാജ്യം അത് അന്ന് ആരംഭിച്ചത് എന്നേക്കും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെയാണ് രണ്ടാമത്തെ യുദ്ധം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ യുദ്ധത്തിനും രണ്ടാമത്തെ യുദ്ധവും ഞാൻ പറഞ്ഞു തന്നു, കാലഘട്ടം ഞാൻ പറഞ്ഞു തന്നു. അതിന്റെ ഇടയിലുള്ള സമയമാണ് ആദ്യം സാത്താനെ കെട്ടിയിടുന്നത്, ഒന്നാം യുദ്ധം കഴിഞ്ഞു. രണ്ടാമത് അഴിച്ചുവിടുന്നത് രണ്ടാം യുദ്ധത്തിന് മുമ്പാണ്. ഒന്നാം യുദ്ധത്തിനും രണ്ടാം യുദ്ധത്തിനും നടുവിലുള്ള ടൈമിനെ 1000 ആണ്ട് വാഴ്ച എന്ന് എന്റെ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. നിശ്ചയമായിട്ടും അത് സംഭവിച്ച കഥയാണ്. ഇറ്റ്സ് ഓൾറെഡി ഫുൾഫിൽഡ്. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ 1000 സംശയങ്ങൾ കാണുമായിരിക്കും. നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കും.
1000 എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ കൺഫ്യൂഷനിലായിരിക്കും. പക്ഷെ ഡോണ്ട് വറി, ബൈബിളിൽ 1000 എന്താണെന്നുള്ളത് ടെർമിനോളജി കുറച്ചും കൂടെ പഠിക്കാൻ നിങ്ങൾ സമയമെടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായെന്നോ, ഞാൻ എല്ലാം പറഞ്ഞു തന്നെന്നോ, ഞാൻ പറഞ്ഞതെല്ലാം 100% പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്ക് ദൈവം തന്ന അറിവിനനുസരിച്ച് എൻ്റെ ജനത്തോട്, പ്രിയപ്പെട്ടവരോട് ഒരു യാഥാർത്ഥ്യം, സത്യമായ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. കൂടുതൽ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കി തരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ച നമ്മുടെ പ്രതീക്ഷയൊന്നുമല്ല. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്, ഫുൾഫിൽഡ് ഫോർ എവർ. നൗ വി ആർ റെയിനിങ് വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ നമ്മളിപ്പോൾ എവിടാ? നൗ വി ആർ ന്യൂ ജെറുസലേം. വി ആർ ദ ന്യൂ ജെറുസലേം. We are the solution for the world. We have the healing river of life in us. The expectation of the world is us. We are the expectation of the world. ലോകത്തിന്റെ പ്രതീക്ഷ നമ്മളാണ്. ഇനിയും ഒരു യുദ്ധവും സാമഗ്രിയും കാത്തിരിക്കേണ്ട. ഇറ്റ്സ് ഓൾറെഡി കഴിഞ്ഞു. കർത്താവിന്റെ രാജ്യത്തിന്റെ അത് നിത്യരാജ്യത്വമാണ്. ഒന്നുകൂടെ പറയാം, നിത്യരാജ്യത്വമാണ്. അവന്റെ ഭൃത്യന്മാര് ഭരിക്കുന്നു. നിങ്ങളും ഞാനും വാഴാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ രാജ്യം അവസാനിക്കത്തില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് അവസാനിക്കത്തില്ല. ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഭൂമി ഉള്ളിടത്തോളം, മനുഷ്യനുള്ളിടത്തോളം യേശുവിന്റെ രാജ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എവർ ആൻഡ് എവർ. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല എന്ന വാക്കിനെ തിരുത്താൻ ആർക്കെങ്കിലും പറ്റുമോ? അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വം. ഇനി കാലം ഉണ്ടാകില്ല എന്ന് പറയാൻ ഇനിയും ഒരു കാലഘട്ടത്തെ തിരിക്കുന്ന പണിയില്ല. കാലം അവസാനിച്ചിരിക്കുന്നു. ഇനി കാലമില്ല. ഇനിയും എറ്റേണലായി ഇത് തുടർന്നുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. പ്രതിസന്ധികൾ വരും, രാജ്യം അതിനെ ജയിക്കും. താഴ്ചകൾ വരും, രാജ്യം ജയിക്കും. യുദ്ധങ്ങൾ വരും, രാജ്യം ജയിക്കും. ഒരു കാര്യം ഉറപ്പോടെ പറയാം, ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ തിന്മകൾക്കും ഒരു പ്രത്യുത്തരമായി മിശിഹായുടെ സഭ പ്രക്ഷോഭിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകം കണ്ടിരിക്കുന്ന പാൻഡമിക്കിനും സഭയായിരിക്കണമായിരുന്നു മറുപടി. നിർഭാഗ്യവശാൽ സഭ പ്രാക്കളെ പോലെ പറക്കാനിരിക്കുന്നുണ്ട്. കൊറോണയെ കുറിച്ച് അവർക്ക് ആകുലതയില്ല. ആ ചിന്താഗതിയിൽ നിന്ന് മാറി അവരെ സഹായിപ്പാൻ, മറ്റുള്ളവർക്ക് തുണ നിൽക്കാൻ, തകർന്നു കിടക്കുന്നവനെ സഹായിക്കാൻ, ആരോരുമില്ലാത്തവന് താങ്ങായി നിൽക്കാൻ മിശിഹായുടെ ജനം ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ വലിയ പ്രതീക്ഷയോടെ let us walk in the worthy of the kingdom of God. ദൈവരാജ്യത്തിന്റെ മഹിമയ്ക്കൊത്തോണം തുടരുവാൻ കൃപാലുവായ ദൈവം നിങ്ങൾക്ക് ഏവർക്കും അവസരം തരട്ടെ. ഇത്രത്തോളം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ അനുവദിച്ച യേശുവിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. കർത്താവിന് മാത്രം മഹത്വം. നിങ്ങളെല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ.